എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂജാപഠനം പഠിതാക്കൾക്ക് വേണ്ടിയിട്ട് നമസ്കാരം. 8 ബാച്ചുകളിലുള്ള പൂജാപഠനം പഠിതാക്കൾക്ക് വേണ്ടി നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സെഷനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി അദ്ദേഹം ഒരു പൂജ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിൻ്റെ ഫലമായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്. കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് തട്ടെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലരുടെയൊക്കെ പുച്ഛം കാണാം. പുതുതായിട്ടൊക്കെ പൂജ പഠിച്ചു വരുന്നവര് കുളി കഴിഞ്ഞ് ആചമനം വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ ആചമനം ചെയ്യേണ്ട ആവശ്യകത, ആചമിക്കേണ്ട ആവശ്യകത, കാല് കഴുകി ആചമിക്കേണ്ട ആവശ്യകത, അതുപോലെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് വറ്റല്ലാത്ത നിവേദ്യങ്ങളുണ്ട്. പ്രസന്ന പൂജയ്ക്ക് നിവേദിക്കുന്ന വെറ്റില, അടക്ക, ഇളനീര് പോലെയുള്ള വറ്റാവാതെ നിവേദിക്കേണ്ട ചില പ്രസാദ നിവേദ്യങ്ങൾ. പിന്നെ വറ്റ് ശുദ്ധം എന്താണ്, നിർമാല്യ ശുദ്ധം എന്താണ്, അങ്ങനെ ഒരു പൂജയുടെ സമയത്ത് പൂജാവേളകളിൽ പൂജകനായാലും പരികർമ്മിയായാലും നമ്മൾ ഒരേ സമയത്ത് നമ്മൾ പൂജ ചെയ്യുന്ന ആളാവാം. ചിലപ്പോൾ നമ്മൾ പൂജ ചെയ്യുന്ന ആൾക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആളാവാം. ഈ രണ്ടുപേരും ഒരുപോലെ ധരിച്ചിരിക്കേണ്ട, വളരെ പ്രാധാന്യം അറിയിക്കുന്ന, നമ്മള് ഹരിയേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അക്ഷരശുദ്ധി, കർമ്മശുദ്ധി. അപ്പൊ ഈ അക്ഷരശുദ്ധിയും ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ ഈ പൂജ ചിലപ്പോൾ ഇതൊക്കെ ശീലമില്ലാത്ത ആളാകുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ അറിയാതെ കൈ കടിച്ചു പോവും. അങ്ങനെ അരുതാത്ത പല കാര്യങ്ങളും ശീലിക്കാത്തത് കൊണ്ട് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള നമ്മൾ തന്നെ പൂജാരി ആവുന്ന സമയത്ത് അറിയാതെ നമ്മൾ ശീലിച്ചതിന്റെ ഫലമായിട്ട് ചെയ്തു പോയിട്ടുള്ള പല അബദ്ധങ്ങൾ, അതൊക്കെ തിരുത്തുവാൻ വേണ്ടിയിട്ട് പാലിക്കേണ്ട വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പൊതുവായ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ഗുരുനാഥൻ എറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി അദ്ദേഹത്തെയും ഇത് ശ്രവിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പഠിതാക്കളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് തുടങ്ങാലോ അല്ലേ? നമസ്കാരം ഹരിയേട്ടൻ. നമസ്കാരം ഹരിയേട്ടൻ. നമസ്കാരം. 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 നമസ്കാരം ഹരിയേട്ടാ. നമസ്കാരം. നമസ്കാരം ഹരിയേട്ടാ. നമസ്കാരം. നമസ്കാരം ഗുരുനാഥ. നമസ്കാരം. നമസ്കാരം. അപ്പൊ എല്ലാവരും മ്യൂട്ട് ആയിട്ട് വെച്ചോട്ടെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഒരു ക്ലാസ് എടുക്കുക എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കണ്ട. അതായത് ഒരു ക്ലാസ് എടുക്കുമ്പോഴുള്ള ഒരു നിബന്ധനയ്ക്ക് അനുസരിച്ച് കൃത്യമായിട്ട് പിന്നെ ഒരു ക്രമത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള രീതിയിലൊന്നും അല്ല ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ക്ലാസ് അല്ല. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക എന്നുള്ളത് മാത്രം. മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. ആരോ ഒരാൾ മ്യൂട്ട് ചെയ്യാതെ ഉണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ, എന്നാലെയാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുക. അപ്പോ നമ്മളിപ്പോൾ എല്ലാവരും പൂജ ചെയ്യുക, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക, ഇതിനൊക്കെയാണ് ഈ ഒരു പഠനവേദി ഉപയോഗപ്പെടുത്തുന്നത്. ഇവിടെ ഏതു തരത്തിൽ പൂജ കഴിക്കണം, അതിൻ്റെ ക്രിയകള്, അതിൻ്റെ മന്ത്രങ്ങള്, അതിൻ്റെ അർത്ഥങ്ങള് ഒക്കെ
പരമാവധി പറഞ്ഞു തരാൻ ശ്രമിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങളെ ഉൾപ്പെടുത്തുകയാണ് ഈ ഒരു ചെറിയൊരു ക്ലാസ്സിൽ. ഈ പൂജയുടെ ക്രിയകളും മന്ത്രങ്ങളും അർത്ഥങ്ങളും സങ്കല്പങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും അതിൽ പെടാത്ത ചില വിഷയങ്ങൾ കൂടി പൂജയിൽ വളരെ പ്രധാനമാണ് എന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പൊ സാധാരണ നിലയ്ക്ക് പൂജ എന്ന് ഒരു പൊതുവായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് കർമ്മമായാലും ശരി, ഇപ്പൊ ഗണപതി ഹോമം, പിന്നെ നവകം പഞ്ചഗവ്യം, അങ്ങനെയുള്ള ക്രിയകൾക്ക് മുഴുവൻ പൊതുവായിട്ട് പൂജ എന്നും ഇങ്ങനെ പറയാം. ഏതായാലും ആ ക്രിയയ്ക്ക് ഒരുങ്ങുന്ന ഒരാള് അവർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ശുദ്ധി എന്നുള്ള വിഷയം. ഈ ശുദ്ധി എവിടെയൊക്കെ വേണം? ശരീരത്തിന് ശുദ്ധി വേണം, മനസ്സിന് ശുദ്ധി വേണം, കർമ്മത്തിന് ശുദ്ധി വേണം, ദ്രവ്യശുദ്ധി വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് ഒരു കർമ്മം ഭംഗിയാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ സങ്കല്പങ്ങൾക്കൊക്കെ പുറമെ ഈ ശുദ്ധിയും കൂടി ഉണ്ടാവണം. ശരീരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, ദ്രവ്യശുദ്ധി. അതിൽ ഓരോന്നായിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ ശരീരശുദ്ധിയാണ് ആദ്യം വരുന്നത്. ഈ ശരീരശുദ്ധിക്ക് പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സന്ധ്യാവന്ദനത്തിന് മുൻപായിട്ട് സന്ധ്യാവന്ദന ക്രിയകളിൽ ഉൾപ്പെടുന്നത് തന്നെ ആയിട്ടുള്ള ചില ശുദ്ധികളുണ്ട്, ചില ശൗചങ്ങൾ. ആ ശൗചങ്ങളൊക്കെ വേണ്ടതുപോലെ പാലിക്കണം എന്നാണ് പറയുക. അതൊക്കെ വേണ്ടതുപോലെ പാലിച്ചു കഴിഞ്ഞാൽ ശരീരശുദ്ധിക്ക് ഗുണമാണ്. അതായത് പിന്നെ ഈ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്, പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ പൂജ തുടങ്ങുന്നയാള് ശുദ്ധിക്ക് വേണ്ടിയിട്ട് മൃഗ്ഗ്രഹണാദിന എന്ന് ഭാഗവത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മണ്ണ് എടുക്കണം എന്നാണ്. അപ്പം നമ്മൾ ഇവിടെ സന്ധ്യാവന്ദനത്തിൽ ഉൾപ്പെടുന്നതാണ് ശൗചത്തിന് മണ്ണ് ഉപയോഗിച്ച് ശൗചം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ള ശൗചങ്ങൾ പാലിക്കുക. അതൊക്കെ പാലിച്ചിട്ട് കുളിക്കുന്ന സമയത്ത് അതിൻ്റെതായ ക്രിയ ഓരോന്നിനും ഓരോരോ ചെറിയ ചെറിയ വിധികൾ പറഞ്ഞിട്ടുണ്ട്. ആ വിധിക്ക് അനുസരിച്ച് കുളിക്കുക. അപ്പോഴേ പറഞ്ഞ മന്ത്രങ്ങൾ അതാത് സമയത്ത് ജപിക്കുക. ആ മന്ത്രത്തോടു കൂടി ആ വിധിയോട് കൂടിയിട്ട് കുളിക്കുക. ഇപ്പോ തന്ത്രസമുച്ചയത്തില് ഓരോരോ ക്രിയകൾ പറയുന്ന കൂട്ടത്തിലും പറയും സ്നാത്വ എന്ന് പറയും. ഇപ്പൊ സ്നാത്വ എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് എന്നാണ്. കുളിക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രസ്നാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ വെറുതെ ശരീര ശുദ്ധി മാത്രമല്ല, മന്ത്രത്തോട് കൂടിയിട്ടുള്ള സ്നാനം കഴിഞ്ഞാൽ എന്നർത്ഥം. ആ മന്ത്രസ്നാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ബാക്കിയുള്ള എല്ലാ ക്രിയകളും കഴിഞ്ഞിട്ട് വേണം മന്ത്രസ്നാനം. ആ ബാക്കിയുള്ള ശുദ്ധികളൊക്കെ കഴിഞ്ഞിട്ട് വേണം മന്ത്രസ്നാനം ചെയ്യാൻ. അങ്ങനെ മന്ത്രസ്നാനം ചെയ്ത് സന്ധ്യാവന്ദനത്തിന്റെ രാവിലെയാണെങ്കിൽ രാവിലത്തെ സന്ധ്യാവന്ദനം കഴിഞ്ഞ്, വൈകുന്നേരമാണെങ്കിൽ ആ വൈകുന്നേരത്തെ സന്ധ്യാവന്ദനം അതാത് സമയത്ത് മുടങ്ങാതെ വേണം എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോ ചിലതൊക്കെ വൈകുന്നേരം സന്ധ്യാവന്ദനത്തിന്റെ സമയത്തിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പൂജകളുണ്ട്. അത് അങ്ങനെ ചെയ്യാം. അപ്പോഴ് അത് കഴിഞ്ഞിട്ട് ആ സന്ധ്യാവന്ദനത്തിന്റെ ആ സമയം മനസ്സിലാക്കിയിട്ട് അതിന് ഒരുങ്ങണം എന്നുള്ളതാണ് വിഷയം. ഏതായാലും ഓരോരോ സ്നാനത്തിന്റെ സമയത്തും അതിന്റെ വിധിക്കനുസരിച്ച് മന്ത്രത്തോടു കൂടിയിട്ട് സ്നാനം ചെയ്യുക. എന്നിട്ട് വേണ്ടതായ ജപങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പിന്നെ വിധിയാമണ്ണമായിട്ട് മന്ത്രങ്ങളോടും കൂടി ജപിക്കുന്ന സമയത്തൊക്കെയാണ് ഈ മനസ്സിന് ശുദ്ധിയാവുക. മനഃശുദ്ധിയാവുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സന്ധ്യാവന്ദനം മുതലായിട്ടുള്ള ക്രിയകൾ. അപ്പൊ ഈ സന്ധ്യാവന്ദനത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് രാവിലെ ഈ 3 സന്ധ്യാവന്ദനാണ് പൊതുവെ പറയാം. ത്രിസന്ധ്യാവന്ദനം, രാവിലത്തേത്, അതുപോലെ ഉച്ചയ്ക്കുള്ള സന്ധ്യാവന്ദനമാണ്
ഉപസ്ഥാനം എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരത്തെ, അതായത് സായം, രാത്രിത്തെ സന്ധ്യാവന്ദനം. ഇങ്ങനെ 3 സന്ധ്യാവന്ദനം കൃത്യമായിട്ട് പാലിക്കുക. അത് നമ്മുടെ ശരീരത്തിനും അതുപോലെ മനസ്സിനും. മനസ്സ് ശുദ്ധിയായി കഴിഞ്ഞാൽ തന്നെ ശരീരം ശുദ്ധിയാവുമെന്നാണ് പറയുക. ഇങ്ങനെ ശരീരവും മനസ്സും ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ കർമ്മശുദ്ധി ഉണ്ടാവണം. കർമ്മശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ക്രിയ അത് അതിൻ്റെതായ ശുദ്ധിയിൽ ചെയ്യാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണോ അതിന് വിധിച്ചിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കർമ്മത്തിൽ നമ്മളൊരു അതിനെ വേറൊരു തരത്തിലാക്കാൻ പാടില്ല. അതും അതിൻ്റെതായ ശുദ്ധിയോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെയുള്ളതാണ് ദ്രവ്യശുദ്ധി എന്ന് പറയുന്നത്. ദ്രവ്യശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ ശുദ്ധി. പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പുഷ്പങ്ങൾ, ജലം, ചന്ദനം, പലതരത്തിലുള്ള ധൂപങ്ങൾ, നെയ്യ്, ഇതിനൊക്കെ അക്ഷതം, അക്ഷതത്തിന് അരി, നെല്ല്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഓരോരോ ദ്രവ്യത്തിൻ്റെയും ശുദ്ധി വളരെ പ്രധാനമാണ്. അപ്പോ ഈ ശുദ്ധിയെ പറ്റി തിരയുന്ന സമയത്ത് നമുക്കിപ്പം പലപ്പോഴും കിട്ടുന്ന ദ്രവ്യങ്ങളിലുള്ള ശുദ്ധി എത്രാണ്ട് ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അപ്പോൾ ഒരു പൂജ പരിപൂർണം ആയി, അല്ലെങ്കിൽ ഒരു കർമ്മം പരിപൂർണമായി വരണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശുദ്ധിയും കൂടി ഉറപ്പുവരുത്തുക നമ്മുടെ ഒരു കർമ്മമായിട്ട് തന്നെ കണക്കാക്കണം. പലതരത്തിലുള്ള നെയ്യുകളുണ്ട്. പല നെയ്യുകളും എത്ര കണ്ട് ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ. ഏതായാലും നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ ഓരോന്നിൻ്റെയും ശുദ്ധി ഉറപ്പുവരുത്തുക. ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ ശുദ്ധിയായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു പൂജ വേണമെന്നുണ്ടെങ്കിൽ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം. അതിനു പുറമെ ഒരമ്പലത്തിലാണ് പൂജ കഴിക്കുന്നത് ഉണ്ടാവുക. ആ അമ്പലത്തിൽ ആവാം, അല്ലെങ്കിൽ പത്മോട്ടിട്ട് പൂജയാവാം. പലതരത്തിലുള്ള പൂജകളും ഉണ്ട്. പലതരത്തിലുള്ള പൂജാ സമ്പ്രദായങ്ങളെ പറ്റിയിട്ട് പറയാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ ദ്രവ്യശുദ്ധി വേണം എന്ന് പറയാം. ഒരു അമ്പലത്തിലെ പൂജയാണ് എന്നുണ്ടെങ്കിൽ ആ പൂജയ്ക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സാമഗ്രികളും, പൂജാപാത്രങ്ങളുടെ വൃത്തിയാക്കുക, അതിൽ ഉപയോഗിക്കേണ്ട വെള്ളം, ചന്ദനം, ഇതൊക്കെ ആ പരിശുദ്ധമായിട്ടുള്ള രീതിയിൽ തന്നെ ആവണം. അതുപോലെ നിവേദ്യം, ഈ നിവേദ്യം തയ്യാറാക്കുക. അതായത് നേദ്യമായാലും പായസമായാലും അത് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ ഉണ്ട്. ഇപ്പൊ സാമാന്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നിവേദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണ്ടതുപോലെ വേവണം. അധികം വേവാനും വെന്ത് കരിഞ്ഞ് പുകഞ്ഞ് അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് സാമാന്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്ക് കഴിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദേവനും അല്ലെങ്കിൽ ദേവിക്കായാലും നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെതായ നമുക്കും കഴിക്കാൻ ഉള്ളതാണ് എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കിയാൽ കുറേയൊക്കെ നേരെയാവും, കുറേ കാര്യങ്ങൾ നേരെയാവും. ഇതെനിക്കും കൂടി കഴിക്കാനുള്ളതാണ് എന്ന് കരുതിയാൽ തന്നെ, പക്ഷെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കേണ്ടത്,
ആ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതാണ് ഈ മനഃശുദ്ധി എന്ന് പറയുന്നതിൽ പെടുന്ന ഒരു കാര്യം. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാനുള്ളതാണ് എന്ന് കരുതിയാലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ നിവേദ്യത്തിന് ചെറിയൊരു അശുദ്ധി ബാധിച്ചു. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. അപ്പൊ ഉണ്ടാക്കുന്ന സമയത്ത് ദേവന് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കണം. അപ്പൊ ദേവന് എങ്ങനെയാണ് ഭംഗി എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? അത് നമുക്ക് തൃപ്തിയാണ്, നമ്മുടെ തൃപ്തിയാണ്. നമ്മുടെ തൃപ്തിക്കനുസരിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ദേവന് ഇഷ്ടാവും. അതാണ് ദേവന്റെ പാകം. മറ്റത് അങ്ങനെ ഒരു കണക്കൊന്നും പറയാൻ സാധിക്കില്ല, ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിലുള്ള തരത്തിലുള്ള ഭംഗിയാക്കൽ. ഈ സാമാന്യമായിട്ട് പറയാം, പല പല വസ്തുക്കളുണ്ട്. ഇപ്പം പാൽപ്പായസാക്കുകയാണെങ്കിൽ കഴിയുന്നതും പശുവും പാല് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പാക്കറ്റ് പാലൊക്കെ ആകുമ്പോൾ എത്ര കണ്ട് ഗുണമുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ദ്രവ്യത്തിന്റെ ശുദ്ധിയിൽ പറയാം, നിവേദ്യത്തിന്റെ അതിൽ പരിപൂർണമാവണമെന്നുണ്ടെങ്കിൽ ഒരു പാൽപ്പായസം ഉണ്ടാക്കണം എങ്കിൽ അതിന് ഈ പാക്കറ്റ് പാല് ആക്കിയാൽ എന്തായാലും പൂർണ്ണമാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അതാത് ദിവസം കിട്ടുന്ന പാല് കൊണ്ട് ഉണ്ടാക്കിയാൽ ഉള്ള ഗുണം അത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സംഗതികളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പാലിന് എന്തായാലും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഈ ദ്രവ്യശുദ്ധികള്, ഈ ദ്രവ്യ അശുദ്ധിയാവുന്ന വിധം ഞാനെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞത്. അതേപോലെ ശർക്കര പായസം ആക്കുകയാണെങ്കിൽ ഈ ശർക്കരയിലൊക്കെ എന്തൊക്കെ ഉണ്ടാവും? അപ്പൊ അതൊന്ന് ഒരു പ്രാവശ്യം ഉരുക്കി അരിച്ചു നോക്കുന്ന സമയത്ത് മനസ്സിലാവും അതിലെന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇതുവരെ ചെയ്തതിൽ ഉള്ള പോരായ്മകളൊക്കെ പലപ്പോഴും മനസ്സിലാവുക. അപ്പൊ ഇതുവരെ ഇങ്ങനെയല്ലേ പലർക്കും കൊടുത്തത് എന്ന് തോന്നുക. ഇതുവരെയല്ലേ ഭഗവാന് നിവേദിച്ചത് അല്ലെങ്കിൽ ഭഗവതിക്ക് നിവേദിച്ചത് എന്നപ്പോഴാണ് മനസ്സിലാവുക. ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ മതി. ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചിട്ട് നോക്കുക. അപ്പൊ അതിലെന്തൊക്കെ കല്ലുകള്, അഴുക്കുകൾ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പോഴും മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ദ്രവ്യശുദ്ധി വളരെ പ്രധാനമായിട്ട് നോക്കണം. പിന്നെ ഇതൊക്കെ ചിലപ്പം പലരും വളരെ വൃത്തിയായിട്ട് അറിയുന്നവർ ചെയ്യുന്നതുണ്ടാവാം. പിന്നെ ചിലർക്കൊക്കെ മാറിപ്പോകുന്ന ഒരു വിഷയമാണ് ഈ എച്ചില്, വറ്റ്, നിർമാല്യം എന്നുള്ള 3 വിഷയങ്ങൾ. എച്ചില് എന്നുള്ളത് സാമാന്യം എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിക്കുന്ന കൈ എച്ചിലാവും, ആ കഴിച്ച ഭക്ഷണം എച്ചിലാവും. ഇത് നമുക്ക് സാമാന്യമായിട്ട് ബോധമുണ്ട്, പലർക്കും അറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയാം. പിന്നെയുള്ളതാണ് വറ്റ് എന്നുള്ള ശുദ്ധം. ഈ വറ്റ് എന്ന് പറഞ്ഞാല് സാധാരണ നിലയ്ക്ക് ഇപ്പോ നമ്മളൊക്കെ ഈ ധാന്യങ്ങൾ വെന്ത് കഴിഞ്ഞാൽ വറ്റായി എന്നാണ് പറയുക. അതിൽ അരി വെന്തത് അതിനെ മാത്രമാണ് ഇപ്പോ വറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ കണക്കാക്കാറ്. അരി വെന്ത് കഴിഞ്ഞാൽ അത് വറ്റായിട്ട് മാറും. ആ വറ്റ് ശുദ്ധമാണ്. അരി വെന്ത് കഴിഞ്ഞാൽ അത് വറ്റ് ശുദ്ധമാണ്. അത് തൊട്ടാൽ കൈ വറ്റായി. ആ വെന്തിട്ടുള്ള നിവേദ്യം തൊട്ടാൽ കൈ വറ്റായി. ആ കൈ കൊണ്ട് പൂവ് തൊട്ടാൽ ആ പൂവ് വറ്റായി. നിവേദ്യം തൊട്ടിട്ടുള്ള കൈ കൊണ്ട് പുഷ്പം തൊട്ടാൽ അത് വറ്റായി. ആ പൂവ് പിന്നെ പൂജയ്ക്ക് എടുക്കാൻ ശരിക്കും പാടില്ല.
അതേപോലെ ആ വറ്റായിട്ടുള്ള കൈകൊണ്ട് ഈ പായസത്തിൽ ഒഴിക്കാനുള്ള നെയ്യ് ചിലപ്പോൾ ഈ പായസം ഇളക്കി കഴിഞ്ഞ് ചിലപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പായസം ഇങ്ങനെ ഇളക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതേ കൈ കൊണ്ട് തന്നെ നെയ്യെടുത്ത് ഒഴിക്കും, അത് അവിടെ വയ്ക്കും, പിന്നെ ഇളക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ നെയ്യ് വറ്റ് ശുദ്ധം ആയി എന്ന് പറയേണ്ടി വരും. ആ നെയ്യ് വറ്റ് ശുദ്ധമായാൽ തെറ്റില്ല. പക്ഷെ അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് വിഷമം വരിക. ആ വറ്റ് ശുദ്ധമായിട്ടുള്ള നെയ്യ് ഈ കൊടിവിളക്കിലേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് ആ കൊടിവിളക്ക് വറ്റായി. അങ്ങനെ ആ വറ്റ് ശുദ്ധം ഒരു വസ്തുവിൽ നിന്നും വേറൊരു വസ്തുവിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ അതൊരു വറ്റ് മയം ആയി. അപ്പോഴെന്തുകൊണ്ട്? അതിൽ പലതരത്തിലുള്ള അശുദ്ധികളും ബാധിക്കുന്നുണ്ട്. ആ കർമ്മത്തിന് അശുദ്ധിയാവും, ശരീരത്തിന് അശുദ്ധിയാവും, ദ്രവ്യത്തിന് അശുദ്ധിയാവും. അപ്പോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ പൂജയ്ക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അറിയാതെ വരുന്നതുമായിട്ടുള്ള വ്യത്യാസമുണ്ടോ എന്നും നമുക്ക് ചിലപ്പോൾ അറിയാണ്ട് വരുന്നതല്ലേ, തെറ്റുണ്ടോ? അറിയാണ്ട് ഉള്ളതാണെങ്കിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ദേവൻ ഈ നമ്മളിപ്പോ ഓഫീസിലായാലും ശരി, സ്കൂളിലായാലും ശരി, ലീവ് എടുക്കും, മെഡിക്കൽ ലീവ് എടുക്കാറുണ്ട്. ഈ മെഡിക്കൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ അസുഖമായത് കൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോവാത്തത് അല്ലെങ്കിൽ ജോലിക്ക് പോവാത്തത്. എന്നിട്ട് മെഡിക്കൽ ലീവ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ദിവസത്തെ ഹാജര് നമുക്ക് കിട്ടില്ല. പക്ഷേ ആ ലീവ് അനുവദിച്ചു തരും എന്ന് മാത്രമേ ഉള്ളൂ. ആ ദിവസത്തെ ഹാജര് നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നമ്മളിപ്പോ ചെയ്ത കർമ്മത്തിനെ ദേവൻ അംഗീകരിക്കും. പക്ഷെ ആ അശുദ്ധി അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ദേവന് അതിനെക്കൊണ്ട് വിരോധമില്ല എന്ന് മാത്രം. നമുക്കറിയാണ്ട് ചെയ്താൽ, നമുക്കറിയാണ്ടാണ് ചെയ്തതെങ്കിൽ ദേവന് വിരോധമില്ല എന്ന് പറയാം. പക്ഷേ അത് അശുദ്ധിയായിട്ട് തന്നെ കിടക്കും. ദേവന് സൽക്കാലം കുഴപ്പമൊന്നുമില്ലാണ്ട് ദേവൻ അംഗീകരിച്ചു അതിനെ. പക്ഷെ നമ്മുടെ ഉദ്ദേശം അത് മാത്രമല്ല, കർമ്മം കൂടി ശുദ്ധിയായിട്ട് വന്നിട്ടുള്ള ഒരു പൂജയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുന്ന വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ എച്ചില് വറ്റ്, ഈ വറ്റ് എന്നുള്ള ശുദ്ധമാണ് പലപ്പോഴും പലർക്കും മാറിപ്പോകുന്നത്. ഈ നിവേദിക്കാനുള്ള വസ്തുക്കള്, പലതരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ നിവേദിക്കാറുണ്ട്. അതില് ആ മൂർത്തിപൂജയുടെ സമയത്ത് നിവേദിക്കുന്ന നിവേദ്യങ്ങളൊക്കെ പൊതുവെ വറ്റുശുദ്ധം ആയിട്ടുള്ള നിവേദ്യങ്ങൾ തന്നെയാണ്. നേദ്യം, പായസങ്ങൾ ഏതായാലും ശരി, അതൊക്കെ വറ്റ് ശുദ്ധമായിട്ടുള്ളത് തന്നെയാണ്. അതൊക്കെ ഒരുമിച്ച് വെക്കാം. എന്നാൽ ഈ പ്രസന്ന പൂജയുടെ സമയത്ത് വേണ്ടതായിട്ടുള്ള കുറെ നിവേദ്യങ്ങളുണ്ട്. അതും ദേവന് തന്നെയല്ലേ നിവേദിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് വറ്റ് ശുദ്ധമായാൽ അത് ഒരു പോരായ്മയാണ്. അത് രണ്ട് ശുദ്ധം തന്നെയാണ്. അതായത് പ്രസന്ന പൂജയ്ക്ക് നമ്മൾ സാധാരണ നിവേദിക്കുന്ന സംഗതികളാണ്. ഇളനീര് നിവേദിക്കാറുണ്ട്, വെറ്റില നിവേദിക്കാറുണ്ട്, അടയ്ക്ക നിവേദിക്കാറുണ്ട്, അതേപോലെ അപ്പം, അട, ഇതൊക്കെ നിവേദിക്കാറുണ്ട്. ഈ അപ്പം, അട ഇതൊക്കെ പാകം ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും, അത് അരി കൊണ്ടുള്ളത് തന്നെയാണെങ്കിലും, പക്ഷെ അതിനൊന്നും അശുദ്ധിയല്ല, ഈ വറ്റ് ശുദ്ധം പറഞ്ഞിട്ടില്ല. അതായത് അരി അതേപോലെ തന്നെ കഴുകി പിന്നെ വേവിച്ചിട്ടുള്ളതിനാണ് വറ്റ് എന്നുള്ള ശുദ്ധമായിട്ട് പറയുന്നത്. ആ ഒരു വറ്റ് ശുദ്ധം ഈ അപ്പത്തിനും അടയ്ക്കും ഒന്നും വരുന്നില്ല, മറ്റുള്ള നിവേദ്യങ്ങൾക്ക് ഒന്നും വരുന്നില്ല.
അതുപോലെ പാല് നിവേദിക്കാറുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇതൊക്കെ വറ്റാവാതെ പ്രസന്ന പൂജയ്ക്ക് നിവേദിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ പ്രസന്ന പൂജയ്ക്ക് ഈ പായസം പോലെയുള്ളതൊന്നും നിവേദിക്കുന്നത് കാണാറുമില്ല. കാരണം ഒരുമിച്ച് വറ്റാക്കിയിട്ട് നിവേദിക്കുന്ന പതിവില്ല. അങ്ങനെ കാണാറില്ല എന്നർത്ഥം. എവിടെയെങ്കിലും പതിവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ കാണാറില്ല. അതൊക്കെ അങ്ങനെയുള്ള വറ്റ് ശുദ്ധമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ ആ മൂർത്തി പൂജയുടെ സമയത്ത് നിവേദിക്കുകയാണ് പതിവ്. പ്രസന്ന പൂജയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ ആണ് നിവേദിക്കുക. മറ്റത് കുറച്ച് ഗൗരവമുള്ള ഗുരുത്വമുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് നിവേദിക്കുക മൂർത്തി പൂജയ്ക്ക്. പ്രസന്ന പൂജയ്ക്ക് ഈ ലഘുവായിട്ടുള്ള അതാണ് നിവേദിക്കുക. ആ കാര്യങ്ങളൊക്കെ വറ്റാവാതെ തന്നെയാണ് നിവേദിക്കാറ്. അതായത് ഈ നിവേദ്യം തൊട്ടിട്ടുള്ള ആ ശുദ്ധിയോടുകൂടി ആ വറ്റ് ശുദ്ധത്തോടു കൂടിയിട്ട് തൊടാറില്ല എന്നർത്ഥം. പിന്നെ ഇപ്പോ വേറൊരു ശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി ഈ പൂജയിൽ വരുന്നത് നിർമാല്യം എന്നുള്ള ഒരു ശുദ്ധിയാണ്. നിർമാല്യം എന്ന് പറഞ്ഞാല് നമ്മൾ ദേവന് ആരാധിച്ച പുഷ്പങ്ങള്, ദേവന് ചാർത്തിയ മാല, അതൊക്കെ നിർമാല്യം ആകും. അത് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിർമാല്യമാവും. ദേവന് ആരാധിച്ചിട്ടുള്ള പൂക്കള്, ആ ദേവന് ചാർത്തിയ മാല ദേവന് എൻ്റെ കഴുത്തിൽ എത്ര നേരം ഇരുന്നാലും അത് നിർമാല്യമല്ല. ദേവന് ചാർത്തി കഴിഞ്ഞാൽ അത് നിർമാല്യമല്ല. ദേവന് ചാർത്തിയത് നിർമാല്യമല്ല. പക്ഷെ അത് ആ ചാർത്തിയത് അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ, ആ മാല ചാർത്തിയത് എടുത്തു കഴിഞ്ഞാൽ അത് നിർമാല്യമായിരിക്കും. ദേവന് പൂജ കഴിച്ച പുഷ്പങ്ങളൊന്നും നിർമാല്യമല്ല. ആ പുഷ്പങ്ങൾ അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നിർമാല്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാലോ, പിന്നെ ദേവന് പൂജ കഴിച്ചതൊക്കെ നിർമാല്യമാണ് എന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഈ പീഠത്തിൽ നിറച്ച് നിർമാല്യാണല്ലോ കിടക്കുന്നത്, ദേവൻ നിർമാല്യ ശുദ്ധത്തിലാണോ എന്ന് നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് തന്നെ അതിനൊരു ഉത്തരമാണ് പറയുന്നത്, ആരാധിച്ച പുഷ്പങ്ങളൊന്നും ദേവന് നിർമാല്യമായിട്ട് തീരുന്നില്ല. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാലാണ് നിർമാല്യം എന്ന്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രം ഇട്ടുകൊണ്ട് നമ്മൾ കുറേ സമയം നിൽക്കാറുണ്ട്, യാത്ര ചെയ്യാറുണ്ട്, ഒക്കെ ഉണ്ട്. അത് അഴിച്ചു വെച്ചിട്ട് പിന്നെ രണ്ടാമത് ഇടാൻ ചിലർക്ക് മടിയാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കൽ ഇട്ടതാണല്ലോ ആ വസ്ത്രം, അത് രണ്ടാമത് ഇടുക എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച വസ്ത്രമാണ് എന്നുള്ള തോന്നൽ. അത് ശുദ്ധി ചെയ്തതിന് ശേഷം വേണം പിന്നെ ഇടാൻ എന്നുള്ള തോന്നൽ. ആ ഒരു മനസ്സിൽ നമുക്ക് തോന്നുന്നത് പോലെ ഉള്ളത് തന്നെയാണ് ഈ മാലയായാലും പുഷ്പങ്ങളായാലും ദേവനെ സംബന്ധിച്ചു. ദേവൻ ആരാധിച്ച പുഷ്പങ്ങള്, ദേവന് ചാർത്തിയ മാല, ഇതൊക്കെ നിർമാല്യമാണ്. അപ്പൊ അത് അവിടുന്ന് എടുക്കുമ്പോൾ, ആ ചാർത്തിയ മാല അതൊക്കെ അവിടുന്ന് എടുത്താൽ ആണ് ഇതൊക്കെ നിർമാല്യം ആയി മാറുന്നത്. അതേപോലെ തന്നെ നിവേദിച്ച് കഴിഞ്ഞ നിവേദ്യം, ദേവന് നിവേദിച്ച് കഴിഞ്ഞ നിവേദ്യവും ഇതേപോലെ നിർമാല്യമായിട്ട് ആണ് വരിക. അതും നിർമാല്യ ശുദ്ധമാണ്. ഈ നിർമാല്യ ശുദ്ധമായിട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞ പുഷ്പങ്ങള്, നിവേദ്യം, ഇതൊക്കെ ശുദ്ധമായിട്ടുള്ളതിനോട് തൊടിയിക്കാൻ പാടില്ല. അതേപോലെ നിർമാല്യമായിട്ടുള്ളത് തൊട്ടിട്ടുള്ള കൈ, ഇപ്പൊ എച്ചില് വറ്റ് തൊട്ട കൈ കൊണ്ട് വേറൊന്നും തുടരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നിർമാല്യം തൊട്ടിട്ടുള്ള കൈ കൊണ്ടും വേറൊന്നും തൊടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നിർമാല്യം തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകണം എന്നർത്ഥം, അത്രേ ഉള്ളൂ. തൊട്ട് കൈ കഴുകിയതിന് ശേഷം തൊടാം. കാരണം രണ്ട് കൈയല്ലേ ഉള്ളൂ. അപ്പോൾ ആ തൊട്ട കൈ കൊണ്ട് പിന്നെ ഒന്നും തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ട് കൈ കഴുകണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. കൈ ശുദ്ധി ചെയ്യണം. ഇപ്പൊ ശരീരത്തിന്റെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, കർമ്മശുദ്ധി, ദ്രവ്യശുദ്ധി, അതിൽ തന്നെ ഓരോന്നും അശുദ്ധിയാവുന്നതിനുള്ള ചില വിഷയങ്ങളാണ്
ഈ എച്ചില് വറ്റ് നിർമാല്യം എന്നൊക്കെ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ശുദ്ധി നമ്മൾ നോക്കണം. ഇതൊക്കെ ആയി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണ്ടതുപോലെ. പിന്നെ നമുക്ക് ഈ പൂജയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് വേണ്ടതുപോലെ കുളി ഇതൊക്കെ കഴിഞ്ഞ് പൂജയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഏത് തരത്തിലുള്ളതാണ്, ആ വസ്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ശുദ്ധി ഉണ്ടാവണം. ധരിക്കുന്ന വസ്ത്രം വൃത്തികേട് ഉള്ളതാവരുത്. പിന്നെ കോടിയാണെങ്കിൽ കോടി, അലക്കിയതാണെങ്കിൽ അലക്കിയത്, അങ്ങനെ അതിൻ്റെതായ പരിശുദ്ധിയോട് കൂടിയിട്ടുള്ള വസ്ത്രം വേണം ധരിക്കാൻ. അതില് തട്ടുടുത്തിട്ട് പൂജ വളരെ വൃത്തിയായിട്ട് ചെയ്യാം, തട്ടുടുത്തിട്ടാവാം, അല്ലാതെയും ചെയ്യുന്നുണ്ട് പൂജകൾ. ഏതായിക്കോട്ടെ, ഏതായാലും ആ വസ്ത്രത്തിന് അതിൻ്റെതായ ശുദ്ധി ഉണ്ടാവണം എന്ന് ഉറപ്പിച്ച് പറയാം. ഈ തറ്റെടുക്കുമ്പോൾ, അതാണ് നേരത്തെ ശ്രീരാമേട്ടൻ എന്ന് സൂചിപ്പിച്ചത്, തറ്റെടുക്കുന്ന സമയത്ത് ഈ പുച്ഛം വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ ഈ പുച്ഛം? ഈ പുച്ഛം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പുച്ഛാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ തറ്റെടുത്തിട്ട് പുച്ഛം വന്ന ആൾക്കാരെ കണ്ടാൽ, അത് അറിയുന്ന ചില ആൾക്കാരുണ്ട്, ഇത് പുച്ഛമാണ് എന്നറിയുന്ന ചില ആൾക്കാർക്ക് ഇപ്പൊ പറഞ്ഞ പുച്ഛമൊക്കെ തോന്നും. അതായത് തറ്റ് കൊടുക്കുമ്പോൾ പിന്നോട്ട് നമ്മൾ ഈ കുത്തുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ പിന്നോട്ട് കുത്തിയത് പിന്നെ ആ ഒരു പിന്നിലേക്ക് ആകുന്ന ഒരു ഉണ്ടാന്നൊക്കെ പറയുന്നില്ലേ, ആ ഉണ്ട പോലെ ആക്കുന്നത്, അത് മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണം. അതിൽ ചിലപ്പോൾ ചില ഭാഗം പുറത്തേക്ക് ഇങ്ങനെ കാണും. അങ്ങനെ അഗ്രം കാണാൻ പാടില്ല. അങ്ങനെ വന്നാലാണ് അതിന് പുച്ഛമുണ്ട് എന്ന് പറയാം. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലരെന്ത് പറയും, രണ്ടാമതും തറ്റെടുത്ത് പോയി കാല് കഴുകി ആചമിച്ച് വരാൻ പറയും. ഈ പുച്ഛത്തോട് കൂടിയിട്ട് തറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കാല് കഴുകി ആചമിക്കേണ്ട തരത്തിലുള്ള അശുദ്ധി നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതിന് കാല് കഴുകി ആചമിക്കേണ്ടതായ അശുദ്ധി നമുക്കുണ്ട് എന്ന് പറയുന്നതിനാണ് കാല് കഴുകി ശുദ്ധം എന്ന് പറയും. കാല് കഴുകി ശുദ്ധം എന്ന് ഒരു ഭാഷ പറയാറുണ്ട്. കാല് കഴുകി ശുദ്ധമാണ്. അപ്പൊ നമ്മൾ ചിലരൊക്കെ വിചാരിക്കും കാല് കഴുകി ശുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ നിങ്ങൾ കാല് കഴുകി ശുദ്ധാട്ടോ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വിചാരിക്കും എന്താ, ഓ ശുദ്ധാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയല്ല, കാല് കഴുകിയാൽ മാത്രം ശുദ്ധമാകുന്ന അവസ്ഥയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു അശുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ കാല് കഴുകി വരണം എന്നർത്ഥം, കാല് കഴുകി ആചമിച്ച് വരണം എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ തറ്റെടുക്കുന്ന കാര്യത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതേപോലെ പുച്ഛം വരാൻ പാടില്ല എന്നർത്ഥം. ആ പുച്ഛം വരുന്നത് ഒഴിവാക്കാൻ നമ്മൾ തറ്റെടുക്കുന്നത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ മുന്നിൽ ഉടുക്കുന്നത്, അതുപോലെ പിന്നിലേക്ക് ഇങ്ങനെ കോത്ത് അത് എന്നിട്ട് ഉള്ളിലേക്ക് തിരികുമല്ലോ, ആ ഉള്ളിലേക്ക് തിരികുന്നത് പിന്നെ ശരിക്കും മുഴുവനായിട്ട് ഉള്ളിലേക്ക് പോകണം. ആ അഗ്രം മുഴുവനായിട്ട് ഉള്ളിലേക്ക് പോകണം. അതില് ചിലർക്കൊക്കെ പറ്റുന്നത് അതിന്റെ കുറച്ച് നീളം വേണ്ടതുപോലെ എടുക്കാതെ അതിന്റെ ഈ പിന്നെ ഞാൻ പറയാം, ഇതിപ്പോ ആണെങ്കിൽ ഈ പിന്നിലേക്ക് എടുക്കുമ്പോ ഇതൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട്, എന്നിട്ട് ഇതിങ്ങനെ പുറത്തേക്ക് ഉണ്ടാവും, ഇത് പുറത്തേക്ക് ഉണ്ടാവും. ഇതാ ഈ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും ചിലർക്കൊക്കെ. ഇതൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ഇതാ ഇത്രയും ഭാഗം ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത് പുറത്തേക്ക് ഉണ്ടാവും, ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടാവും. ഇങ്ങനെ പുറത്തേക്കുണ്ടെങ്കിൽ അതൊരു പുച്ഛമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അപ്പോഴെന്ത് വേണം, ഇത് ഇതേപോലെ തന്നെ ആക്കിയിട്ട് ഈ ഭാഗം മുഴുവൻ, ഇതിന്റെ ആ പിന്നെ വീതി മുഴുവനായിട്ടും ഇങ്ങനെ തന്നെ ചുറ്റണം. ഇങ്ങനെ തന്നെ ചുറ്റിയിട്ട്
ഉള്ളിലേക്ക് എടുത്താൽ ഇപ്പം പുച്ഛമില്ല. അങ്ങനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പിന്നിലാണേ പറയുന്നത്, പിന്നിൽ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുച്ഛം വരുന്നില്ല. എന്നാൽ ചിലരങ്ങനെയല്ല, നീളം കുറവായതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കിട്ടുന്ന അത്ര എടുത്തിട്ട് അങ്ങോട്ടാക്കും. അപ്പോൾ ഈ ഭാഗം പുറത്തേക്കായിട്ട് നിൽക്കും. ഇതാ ഈ വീതിയുടെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഉള്ളിലേക്ക് പോയില്ല. ഇതും കൂടി ഉള്ളിലേക്ക് പോയാലാണ് പുച്ഛം ഇല്ലാതെ വരിക. അപ്പൊ ഇതാണ് പുച്ഛം എന്ന് പറയുന്ന സംഗതി. ഈ സംഗതി ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? ഇത് പുറത്തേക്ക് വന്നാലാണ് പുച്ഛം ഉണ്ട് എന്ന് പറയാം. അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴാണ് അറിയുന്ന ആൾക്കാരെ പുച്ഛിക്കുക. അപ്പൊ ഏതായാലും തട്ടുടുക്കുന്നതിലുള്ള പുച്ഛം. അപ്പൊ ശരീരത്തിന്റെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, കർമ്മശുദ്ധി, ദ്രവ്യശുദ്ധി. പിന്നെ എച്ചില് പറഞ്ഞു, വറ്റ് പറഞ്ഞു, നിർമാല്യം പറഞ്ഞു. അതേപോലെ തട്ടുടുക്കുന്ന സമയത്ത് ഉള്ള ഈ പുച്ഛം എന്നുള്ള വിഷയത്തെക്കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ നേരെയാക്കിയിട്ട് തട്ടുടുത്ത് കഴിഞ്ഞാൽ എന്ത് വേണം? കാല് കഴുകി ആചമിക്കണം. അപ്പൊ സാധാരണ നിലയ്ക്ക് 2 പ്രാവശ്യം കാല് കഴുകി ആചമിക്കുകയാണ് വേണ്ടത്. ഈ ഓരോന്നിനും ഓരോരോ കണക്കുണ്ട്. ഈ വസ്ത്രം മാറിക്കഴിഞ്ഞാൽ, തട്ടുടുത്ത് കഴിഞ്ഞാൽ, കോണകം മാറിക്കഴിഞ്ഞാൽ ഒക്കെ 2 പ്രാവശ്യം കാല് കഴുകി ആചമിക്കണം എന്നാണ് പറയുക. അതായത് 2 കാലും കഴുകി 2 പ്രാവശ്യം ആചമിച്ചാൽ 1 ആയി. അങ്ങനെയാണല്ലോ നമ്മുടെ കണക്ക്. അങ്ങനെ ഒന്നുകൂടി ചെയ്താൽ 2 പ്രാവശ്യം, 1 പ്രാവശ്യം കാല് കഴുകി ആചമിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മുടെ 2 കാലും കഴുകി ആ 2 പ്രാവശ്യമായിട്ടുള്ള ആചമനം ഉണ്ടായാലാണ് 1 പ്രാവശ്യം കാല് കഴുകി ആചമിച്ചു എന്ന് പറയാം. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യണം. ഇത് എപ്പോഴൊക്കെ? ഈ തട്ട് കൊടുത്താലും കോണകം മാറി ആലും ഒക്കെ ഇതേപോലെ 2 പ്രാവശ്യം കാല് കഴുകി ആചമിക്കണം എന്നാണ് പറയാ. പിന്നെ ഈ ചൊല്ലിത്തളിക്കലൊക്കെ പിന്നെ അശുദ്ധിക്കനുസരിച്ച് മതി. എന്തായാലും കാല് കഴുകി ആചമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ വന്നത്. പിന്നെ ഒരു കഥയിൽ കേട്ടിട്ടുണ്ട്, ഈ കാല് കഴുകി ആചമിക്കുന്നത് ശരിക്കും നമ്മളൊന്നും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാറില്ല. പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. പലരും നിന്നുകൊണ്ട് ചെയ്യുന്നത് കാണാറുണ്ട്, ധാരാളമായിട്ട് കാണാറുണ്ട്. ശരിക്കും കാല് കഴുകി ആചമിക്കുന്നത് ഇരുന്നിട്ട് തന്നെ വേണം എന്നാണ് പറയാറ്. അങ്ങനെ ആയാലാണ് പൂർണ്ണാവുക. അങ്ങനെ ഒരു ഗുരുനാഥന് എന്തോ ഒരു ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്ത് പോയ ആരാന്നെന്ന് എനിക്കിപ്പോൾ തൽക്കാലം ഓർമ്മയില്ല. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേവലോകത്ത് ചെന്നിട്ട് ആരെയും കാണുന്നില്ല. അപ്പോഴാണ് കാല് കഴുകി ആചമിച്ച് വരാൻ പറഞ്ഞു. കാല് കഴുകി ആചമിച്ചു വന്നു, എന്നിട്ടും കാണുന്നില്ല. അപ്പോൾ ചോദിച്ചു, ഇരുന്നിട്ട് തന്നെയാണോ കാല് കഴുകി ആചമിച്ചത് എന്ന് ചോദിച്ചു. അതല്ല എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും പരിശുദ്ധമായി കഴിഞ്ഞാൽ മാത്രമാണ് ഇവരെ കാണാൻ പറ്റുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പൂജ കഴിക്കുക തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഓരോരോ ശുദ്ധികളി വിഷയങ്ങളിലും ഇതേപോലെ ഇരുന്നിട്ട് തന്നെ വേണം. എന്നാൽ മാത്രമേ ആ ഒരു കർമ്മം പൂർത്തിയാവുള്ളൂ. അങ്ങനെ ചെയ്താൽ തന്നെയാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുക. അതുകൊണ്ട് ഈ ആചമിക്കാനും ഒക്കെ ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയമവും പൂർണ്ണമായിട്ടും പരിപാലിക്കപ്പെടണം. ഇരുന്നിട്ട് ആചമിക്കുക എന്നുള്ളത് ആണ് അതിൻ്റെ നിയമം. അത് ഇരുന്നിട്ട് വേണം തന്നെയാ പറയാ. അങ്ങനെ ആയാൽ തന്നെയാണ് ഈ കർമ്മം പൂർത്തിയാവുക എന്നർത്ഥം. ഓരോന്നിനും ഓരോരോ ഇന്നേ രീതിയിലായാൽ അത് എന്നുള്ള കണക്കുണ്ട്. ആ കണക്ക് മുഴുവനാവണമെങ്കിൽ ഉള്ള ഓരോരോ നിയമങ്ങളിൽ പെട്ടതാണ് ആചമനം. അത് ഇരുന്ന് ആചമനം. ചിത്വാ ആചമനം ആസ്തു ഉപവിശ്യ ആചമനം. അപ്പോൾ ഇരുന്ന് കൊണ്ട് വേണം
ആചമിക്കാൻ എന്ന് പറയാറുണ്ട്. പിന്നെ ഇപ്പോ വേറെയും ചില നിയമങ്ങൾ, സന്ധ്യാവന്ദനം ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ നിയമങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ ആ വെള്ളം ഇങ്ങനെയുള്ളതായിരിക്കണം, വളരെ പരിശുദ്ധമായിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. ഊക്കഴിക്കാനായാലും ശരി, കാലുകഴുകി ആചമിക്കാനായാലും ശരി, കുളിക്കാനായാലും ശരി ഒക്കെ. ഇപ്പോൾ കയ്യിൽ ഊക്കഴിക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിൽ പതയുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് പഴയ ആൾക്കാർ. പത ഉള്ള വെള്ളം അതിന് അശുദ്ധി ഉണ്ടെന്നാണ് പറയുക. അത് മുമ്പ് ബ്രഹ്മഹത്യാപാപം വീതിച്ചു കൊടുത്തതിൽ പെട്ടതാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ദ്രന് ഉണ്ടായിരിക്കുന്ന മുമ്പ് സംഭവിച്ച ഒരു ബ്രഹ്മഹത്യാപാപം വിഭജിച്ചിട്ട് പലർക്കായിട്ട് കൊടുത്തു. അതിൽ വെള്ളം കുറച്ച് സ്വീകരിച്ചു. ആ വെള്ളത്തിന് കിട്ടിയത് ഈ പതയായിട്ടാണ്. അപ്പൊ പത എന്നുള്ളത് ജലത്തിന്റെ ദോഷം ആണ്. അങ്ങനെ ആ ദോഷമുള്ളത് എടുത്തിട്ട് ഊക്കഴിച്ചാൽ ആ ഗുണമില്ലല്ലോ. അതുകൊണ്ട് ആ പത ഇല്ലാത്ത വെള്ളം എടുത്തിട്ട് വേണം ഊക്കഴിക്കാൻ. പതയില്ലാത്ത വെള്ളം തന്നെ വേണം ഓരോരോ കാര്യത്തിനും പൂജാവിധി വിഷയങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ എന്ന് പറയാറുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മളിപ്പോ വെള്ളം എടുത്തിട്ട് അതിനെ ഒന്നിങ്ങനെ ആക്കിയാൽ ചിലപ്പം പതയൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നർത്ഥം. പതയില്ലാത്തത് എടുക്കുക, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു പൂജ ചെയ്യുന്ന സമയത്തൊക്കെ അത് പരിപൂർണമായി എന്ന് പറയണമെങ്കിലുള്ള നിയമങ്ങളാണ്. അത് അങ്ങനെ വെള്ളത്തിന്റെ ശുദ്ധി ഒക്കെ ചെയ്ത് നമ്മൾ തർപ്പണം, സന്ധ്യാവന്ദനമൊക്കെ ചെയ്ത് പൂജയ്ക്ക് ഇരിക്കുന്നു. പൂജയ്ക്ക് ഇരിക്കുമ്പോഴുള്ള നിയമങ്ങൾ പറഞ്ഞു, തട്ടെടുക്കുന്നതിനുള്ള നിയമം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാല് കഴുകി ആചമിക്കൽ അതിൻ്റെതായ ശുദ്ധിയോടുകൂടി ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ ഈ നിവേദ്യം ഉണ്ടാക്കാനുള്ള നിയമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എച്ചില്, വറ്റ് തുടങ്ങിയുള്ള അശുദ്ധികൾ വരാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ ഈ കരിയ അങ്ങനെയുള്ള കാര്യം ഒന്നും ഉണ്ടാവരുത്, വേണ്ടതുപോലെ വേവണം, അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പൂജയ്ക്ക് ഇരുന്നാൽ എപ്പോഴും പല പല കാര്യങ്ങൾ മനസ്സിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ചെയ്യുമ്പോൾ ആ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം പൂജ ചെയ്യാൻ. മനസ്സ് പല സ്ഥലത്തേക്ക് പോകരുത് എന്നർത്ഥം. അതാണ് മനഃശുദ്ധിയുടെ ഒരു വലിയൊരു വിഷയം. മനഃശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല. പല ഓടിയും കൊണ്ട് ചെയ്യുക, ഓടി ചെയ്തിട്ട് പിന്നെ എങ്ങനെയെങ്കിലും പൂജ കഴിച്ചു പോവുക, അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊന്നും ബാധകമല്ല. നമ്മളിപ്പോ വൃത്തിയിൽ പൂജ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മനസ്സ് വളരെയധികം ഏകാഗ്രമായിട്ട് വരണം. അതിന് നമ്മളിപ്പോ ചെയ്യുന്ന ദേഹശുദ്ധി ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന പ്രാണായാമങ്ങൾ, അതൊക്കെ അതിൻ്റെതായ സമയത്തോടുകൂടി ഒക്കെ ചെയ്യുമ്പോഴേക്ക് തന്നെ ശരീരത്തിനോടൊപ്പം മനസ്സും കൂടി ശുദ്ധമാവും. അതിനൊക്കെയുള്ള ഒരു ക്രിയയും കൂടിയാണ് ശരിക്കും ദേഹശുദ്ധി, ശംഖുപൂരണം, ആത്മാരാധനയൊക്കെ. ശംഖുപൂരണം, ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ ദേഹവും ആ മനസ്സും കുറേയൊക്കെ ശുദ്ധാവും. മനസ്സ് ശുദ്ധാവുമ്പോൾ ദേഹശുദ്ധാവും എന്നുള്ള ഒരു നിയമത്തിനെ എടുത്തുകൊണ്ടാണ് ചില പ്രാണായാമങ്ങളും വ്യാപക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ദ്രവ്യത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ശംഖുപൂരണം എന്നുള്ള ക്രിയ വരുന്നത്. കുറേയൊക്കെ അതിനും അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം. ഈ ചാണകം നല്ല ചാണകമായിരിക്കണം. ചാണകം കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പറയും. ചാണകം കൂട്ടി മെഴുകണം എന്നൊക്കെ പറയാറുണ്ട്. അവിടെയും ഈ പറഞ്ഞത് ചില നിയമങ്ങളൊക്കെ, ചില മായങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പശുവിൻ്റെ എല്ലാം ചാണകമാവുമോ എന്നറിയില്ല.
കാരണം പശുവിന് കൊടുക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ആ ചാണകത്തിന്റെ ഗുണവും വ്യത്യാസപ്പെട്ടിരിക്കും. ശരിയായിട്ടുള്ള ചാണകത്തിന് നല്ല വാസനയാണ്. നല്ല വാസനയാന്നല്ല, ദുർവാസന ഏതായാലും ഉണ്ടാവില്ല. ദുർവാസന ഏതായാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇപ്പം പലപ്പോഴും കിട്ടുന്ന ചാണകം, ഗോമൂത്രവും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നാറ്. അപ്പൊ അതുകൊണ്ട് നിയമം പറയുമ്പോൾ, പരിപൂർണമാവുക എന്നുള്ള നിയമം പറയുമ്പോൾ, അങ്ങനെ ഉള്ള പുല്ല് ഒക്കെ കൊടുക്കുന്ന ആ പശുവിൻ്റെ തന്നെ ചാണകം വേണമെന്ന് പറയേണ്ടി വരും. അതും നാടൻ പശുവിൻ്റെ തന്നെ വേണം. അങ്ങനെയൊക്കെ കിട്ടിയാൽ അത്രയും ഗുണം. ചാണകം, ഭസ്മം ഒക്കെ അങ്ങനെയുള്ള നാടൻ പശുവിൻ്റെ തന്നെയാണ് ഏറ്റവും വേണ്ടത്. ആ നാടൻ പശുവിൻ്റെ ചാണകം ഉണക്കി ചുട്ടിട്ടുള്ള ഭസ്മം, അതിനൊക്കെ പ്രാധാന്യം വളരെ ഉണ്ട്. ആ ഭസ്മൊക്കെ ഉണ്ടല്ലോ, വെറുതെ തൊട്ടാൽ തന്നെ, കുറച്ച് ദിവസം തൊട്ടാൽ തന്നെ അതിൻ്റെ ഗുണം മനസ്സിലാവും. മറ്റത് തൊട്ടാൽ ചിലപ്പം ഈ പൊള്ളുകയൊക്കെ ചെയ്യും ചിലർക്കൊക്കെ. പക്ഷെ ഇത് അങ്ങനെ വരില്ല. ഇത് തൊട്ടാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഓരോരോ ഈ ശംഖുപൂരണത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചാണകത്തിന്റെ ശുദ്ധി, ഓരോന്നിൻ്റെയും ശുദ്ധി, പുഷ്പങ്ങളുടെ ശുദ്ധി വളരെ പ്രധാനമല്ലേ. പിന്നെ ഈ പുഷ്പത്തിനൊന്നും ഈ നേരത്തെ പറഞ്ഞ എച്ചിൽ പറ്റ് നിർമാല്യമൊന്നും ആവാൻ പാടില്ല. എച്ചിലും നിർമാല്യമായിട്ടുള്ള പുഷ്പങ്ങൾ വേറെ, അല്ലാത്ത പുഷ്പങ്ങൾ വേറെ, അങ്ങനെ തന്നെ വേണം. അതുപോലെ അഴുക്കുകൾ ഒന്നുമുള്ള പുഷ്പങ്ങൾ പറ്റില്ല, അതൊന്നും പാടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ കീറിയത്, മുറിഞ്ഞത് അങ്ങനെയുള്ള പുഷ്പങ്ങൾ പാടില്ല എന്ന് പറയാറുണ്ട്. ഛിദ്രം ആയിട്ടുള്ളതൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള പുഷ്പങ്ങളുടെ ശുദ്ധി നമ്മൾ പാലിക്കണം, പരമാവധി ശ്രദ്ധിക്കണം എന്നർത്ഥം. അതിൻ്റെ അകത്ത് പുഷ്പങ്ങളല്ലാതെ മറ്റുള്ളത് ഇല, അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പൂജ കഴിക്കുന്നു. ആ പൂജ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ടതും പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ പിന്നെ കൈ കഴുകല് അതാത് സമയത്ത്, ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു എച്ചിലായാൽ, എച്ചില് പിന്നെ ഇതിന് വരില്ല എന്ന് വിചാരിക്കാം. പൂജ ചെയ്യുന്ന സമയത്ത് എച്ചില് എന്നുള്ളൊരു അശുദ്ധി വരില്ല. കാരണം നമ്മൾ നമ്മുടെ വായിൽ തന്നെ കൈയിട്ടാലാണ് എച്ചിലൊക്കെ ആവുക. വറ്റ് എന്നുള്ള ചിലർ പറയാറുണ്ട് കേട്ടോ, ഈ നിവേദ്യം എന്നുള്ളത് ഒരിക്കലും വറ്റല്ല. കാരണം വറ്റായിട്ടുള്ളത്, നിവേദ്യം തൊട്ടാൽ കൈ കഴുകാൻ പാടില്ല എന്ന് പറയുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ നിയമം എന്താണെന്ന് വിചാരിച്ചാൽ അവർ പറയുന്നത്, ഈ തൊട്ടാൽ കൈ കഴുകണം എന്നുള്ള തരത്തിൽ അശുദ്ധിയുള്ള ഒരു സാധനം ദേവന് കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് അവർ പറയുക. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇതാണ്, ഈ എച്ചില് അല്ലാതെ വറ്റ് ശുദ്ധം ആയിട്ടുള്ളത് വേറെ തന്നെയാണ്. ഇപ്പോ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കാറുണ്ട്, ചായയും കുടിക്കാറുണ്ട് കൂട്ടുക. അപ്പൊ ഇത് രണ്ടും, വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ചായയും കുടിച്ചു. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ട് കഴിച്ചാൽ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. രണ്ടും രണ്ടായിട്ട് കുടിക്കാൻ തന്നെയായിരിക്കും നമുക്ക് താല്പര്യം. ചായ കുടിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ, വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെത്. ഇപ്പൊ രണ്ടും ഒരാള് ഒന്ന് കുടിച്ച ഉടനെ മറ്റേ കുടിക്കുമെങ്കിലും, എന്നാ പിന്നെ രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ട് കുടിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വറ്റായിട്ടുള്ളതും വറ്റല്ലാത്തതുമായിട്ടുള്ള വ്യത്യാസം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്തുകൊണ്ടാണ് ഈ എച്ചിലും വറ്റും നിർമാല്യവും
മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറുന്നത് എന്നുള്ളതിൻ്റെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതൊക്കെ പറ്റുന്നതാണെങ്കിൽ കൂടി പിന്നെ ചില ഘട്ടത്തിൽ അതൊക്കെ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരാനുള്ളൊരു കാരണം. പൂർണ്ണത ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. ഓരോന്നും അതിൻ്റെതായ പൂർണ്ണതയോടുകൂടി ചെയ്താലാണ് അതിൻ്റെതായ ഗുണം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഓരോരോ ഇതിപ്പോ പിന്നെ വേറെ കാര്യമുണ്ട്. ഈ ശുദ്ധികളൊക്കെ പലതരം ന്യായങ്ങളാണ്. ആ ന്യായങ്ങളൊന്നും തെറ്റാണ് എന്ന് പറയുന്നില്ല. പിന്നെ ഈ ശുദ്ധിയൊന്നും നോക്കുന്നതിനേക്കാളൊക്കെ ഭക്തി ഉണ്ടായാൽ ഇതൊക്കെ തീരും എന്നൊക്കെ പലരും പറയാറുണ്ട്. അത് ശരിയാണ്. ഭക്തിയുടെ യോഗം വേറെ തന്നെയാണ്, കർമ്മയോഗം വേറെ തന്നെയാണ്. കർമ്മം, ഭക്തി, ജ്ഞാനം, ഇതൊക്കെ ഇങ്ങനെ മൂന്നും കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മുടെ പദ്ധതി. അപ്പൊ അതില് ഈ കർമ്മപ്രധാനമായിട്ട് വരുന്ന സമയത്ത് ഈ ശുദ്ധികൾ മുഴുവൻ അതിൻ്റെതായ രീതിയിൽ പാലിക്കണം. അങ്ങനെ ഈ ശുദ്ധികളൊക്കെ അതിൻ്റെതായ രീതിയിൽ പാലിച്ചും കൊണ്ട് ഭക്തി വേണ്ടതിലധികം നമ്മുടെ കർമ്മത്തിൽ കൂട്ടിയും കൊണ്ട് ആ പൂജ ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ഗുണമാണ്. ഈ ഭക്തി കൊണ്ട് മാത്രം ആ കർമ്മം നേരെയാവും എന്ന് പറയാൻ പറ്റില്ല. നേരെ ആവില്ല എന്ന് പറഞ്ഞുവിടാൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ദേവൻ അംഗീകരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ദേവൻ അംഗീകരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പോരായ്മയായിട്ട് നിൽക്കും. അപ്പൊ ആ പോരായ്മയും കൂടി ഇല്ലാതാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കർമ്മപ്രധാനമായിട്ടുള്ള ഈ പൂജാവിധാനത്തില് ഓരോന്നിനും അതിൻ്റെതായ ശുദ്ധി വേണം എന്ന് പറയുന്നത്. ഇപ്പോ പിന്നെ ഞാനിപ്പോൾ അടുത്ത് കേട്ട ഓരോരോ കാര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ കൂടിയാണ് ചിലതരം ശുദ്ധികളൊക്കെ. ശുദ്ധികൾ ചെയ്യുമ്പോൾ പിന്നെ ഈ ഭാഗവതം വായിക്കുമ്പോൾ ഒക്കെ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ നരകത്തിൽ എത്തും കുറെ ആൾക്കാർ. ആ നരകത്തിലുള്ളവർക്ക് പലതരത്തിലുള്ള പീഡകൾ അവിടെ നേരിടേണ്ടി വരും. ചിലരെ തീയിലിട്ട് ചുടും, എണ്ണയിൽ ഇട്ട് പൊരിക്കും, ശൂലം കൊണ്ട് കുത്തും. അങ്ങനെ പലതരത്തിലുള്ള നരകത്തെ വർണ്ണിക്കാറുണ്ട്. അതിലൊക്കെ ഓരോരോ പാപങ്ങൾക്ക് ഓരോരോ നരകം അല്ലെങ്കിൽ ഓരോരോ ശിക്ഷാ വിധി എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയുണ്ട്. അപ്പോ അത് നടപ്പിലാക്കുന്ന കുറെ ഉണ്ടല്ലോ യമന്റെ അടുത്ത്. ആ ആൾക്കാർക്ക് ഇവരോട് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് മനസ്സിലായി. കാരണം അവര് ദേഷ്യം കൊണ്ടൊന്നുമല്ല ഇവരെ ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ ഉദ്ദേശം എന്താണ്? ഇവരെ ശുദ്ധിയാക്കി എടുക്കണം എന്നുള്ളതാണ്. ശുദ്ധിയാക്കി എടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യം ക്ലിയറായി. അപ്പോ ഒരാത്മാവ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആ ആത്മാവിനെ ശുദ്ധിയാക്കി എടുക്കേണ്ട കാര്യം അവിടുത്തെ ഇവർ ഏറ്റെടുത്തു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ അതല്ലാതെ ആ പരിശുദ്ധിയോടുകൂടി അല്ലാതെ ഒരു പൂജ ചെയ്താൽ അത് അംഗീകരിക്കപ്പെടാം. എന്നാലും അതിൽ ഉള്ള പോരായ്മയായിട്ട് തന്നെ നിൽക്കും. അപ്പൊ അതിനെ കൊണ്ടുള്ള ചില ദോഷങ്ങൾ അതിന് ഉണ്ടാവാം. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട അരി വേണ്ടതുപോലെ കഴുകിയില്ല, അല്ലെങ്കിൽ കഷ്ണങ്ങൾ വേണ്ടതുപോലെ കഴുകിയില്ല. ഇത് കഴിക്കുന്നയാൾ ചിലപ്പോൾ ആർക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. അതിന്റെ ബാക്കിയുള്ള സ്വാദും എല്ലാം കൂടി ആയിട്ട് ഈ ആള് അരി ശരിക്ക് കഴുകിയില്ലല്ലോ എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല.
മനസ്സിലാവുകയില്ല. പക്ഷെ അതിൽ എന്തെങ്കിലും ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് വയറ്റിൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്തു വരും. കുറെ കാലം കഴിഞ്ഞാൽ, കുറെ കാലം അതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലും വയറ്റിന് അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് പുറത്തു വരിക. അപ്പൊ അതെന്തുകൊണ്ടാണ് വരുന്നത്? നല്ല സ്വാദുള്ള ഭക്ഷണമല്ലേ കഴിച്ചത്? അതെ, നല്ല സ്വാദുള്ള ഭക്ഷണം തന്നെയാണ് കഴിച്ചത്. പക്ഷെ ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? അപ്പൊ അതാണ് ആ ദ്രവ്യശുദ്ധി പോരാത്തത് കൊണ്ട് പറ്റിയതാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ ദ്രവ്യശുദ്ധിയോടുകൂടി അല്ലാതെ ഭക്തി കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞത്. കർമ്മപ്രധാനമായിട്ട് വരുമ്പോൾ ഇതിനും കൂടി പ്രാധാന്യം കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പൂജയുടെ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്നുള്ളത് കൊണ്ട് അതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ, ആർക്കെങ്കിലും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അതിനനുസരിച്ച് മറുപടി പറയാം. ഈ വറ്റിനെ അല്ല ഹവിസിനെ വറ്റിയെന്ന് പറയോ? ഹവിസ് അതിനെ അത് തൊട്ടാലെ പിന്നെ കൈ കഴുകണ്ടാന്ന്. അതെ അതെ, അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പിന്നെ ഹോമത്തിന് ഉപയോഗിക്കുന്ന ഹവിസ് പറ്റാവില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് കൂടുതൽ വേവാത്തോണ്ടാണോ? അത് പറയുന്നത് കൂടുതൽ വേവാത്തത് കൊണ്ടാണ്. ഒരു സംശയം, ഈ നമ്മള് നേദ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ അതോ അവല് ഉപയോഗിക്കാൻ പറ്റുമോ? മലനേദ്യത്തിന് നമ്മൾ പൂജയ്ക്ക് ഉണ്ടാക്കുന്ന നേദ്യത്തില് ഒരല്പം എടുത്തിട്ട് അത് മലനേദ്യമായിട്ട് നേദിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവല് നേദിക്കാൻ പറ്റുമോ? ഇത് രണ്ടും പാടുണ്ടോ? മലർനിവേദ്യവും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പിന്നെ വറ്റ് അല്ലാത്തത് തന്നെയാണ് വേണ്ടതെന്നാണ് പറയാ. അതുകൊണ്ടാണ് അതിന് അത് പിന്നെ മലർനിവേദ്യം എന്ന് പറയാൻ കാരണം അത് മലര് പോലെയുള്ള വസ്തുക്കൾ ആവാം എന്നുള്ളത് കൊണ്ടാണ്. വെച്ച് നേദ്യം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ അതെ, അവില് മലരും ഒക്കെ കൂട്ടിയിട്ട് പറ്റും. മധുരം ഒക്കെ കൂട്ടിയിട്ടൊക്കെ പതിവുണ്ട്. തലേ ദിവസത്തെ കാര്യങ്ങളെ പറ്റി കൂടി ഒന്ന് പറയോ? അതായത് തലേ ദിവസത്തെ കാര്യങ്ങള്, അതായത് ഇപ്പോ നമ്മള് ഇന്ന് വൈകുന്നേരം നട അടച്ചു, അതിലെ കിണ്ടിയിലത്തെ വെള്ളം അതൊന്ന് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അതൊരു നിർമ്മാല്യമായി മാറുമല്ലോ, അതും കൂടി ഒന്ന് സൂചിപ്പിക്കോ? ആയിക്കോട്ടെ. ഇപ്പൊ ഈ പറഞ്ഞത് നന്നായി. ഏതായാലും വേറൊരു വിഷയം കൂടി ഇപ്പോ ഇതില് പിന്നെ വെള്ളത്തിന്റെ ഒരു അശുദ്ധി ഒക്കെ പുതിയത് വേണം എന്നുള്ളത് അത് അമ്പലങ്ങളിലൊക്കെ ചിലപ്പം പറ്റാറുണ്ട്. തലേ ദിവസം പൂജയൊക്കെ കഴിഞ്ഞ് ചിലപ്പം വെള്ളം കമഴ്ത്താൻ മറന്നു പോകും. അത് പിറ്റേ ദിവസം തൊട്ടാൽ അത് അശുദ്ധിയാണ്. അത് പിറ്റേ ദിവസം തൊടാൻ പാടില്ല. അത് പിറ്റേ ദിവസം ആയി കഴിഞ്ഞാൽ അത് തൊട്ടാൽ കുളിക്കണം എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് പിന്നെ തലേ ദിവസം തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വിധി. പിറ്റേ ദിവസം അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും എടുത്ത് പുറത്തു പോയി പിന്നെ കഴുകി കുളിച്ച് വരണം. അപ്പം അങ്ങനെയുള്ള ഒരു അശുദ്ധിയാണ് അതിന് വരുന്നതെന്ന് അർത്ഥം. അത്രയും അശുദ്ധി ഉണ്ട്. നമ്മൾ ദേഹശുദ്ധി കഴിഞ്ഞതിന് ശേഷമാണോ നിവേദ്യമൊക്കെ വെക്കാനായിട്ട് പുറപ്പെടുന്നത്? അത് രണ്ട് വിഷയം തന്നെയാണ്. നിവേദ്യമൊക്കെ ആയതിനു ശേഷമാണ് ദേഹശുദ്ധി ചെയ്തിട്ട് പിന്നെ പൂജ തുടങ്ങേണ്ടത്. മറനിവേദ്യത്തിന് നിവേദ്യശുദ്ധി വേറെ ചെയ്യാം. ഏതായാലും പിന്നെ നിവേദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദേഹശുദ്ധിയുടെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? നിവേദ്യം ഉണ്ടാക്കാൻ ദേഹശുദ്ധി ചെയ്യണമെന്നില്ല എന്നർത്ഥം. അതിന് പിന്നെ ദേഹശുദ്ധി എന്നുള്ള ക്രിയ വേണ്ട, മറ്റേ ആദി ദേഹശുദ്ധിയും ഒക്കെ ചെയ്താൽ മതി എന്നർത്ഥം. മന്ത്രസ്നാനം അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ മതി. മറ്റേ കാല് കഴുകി ആദ്യമൊക്കെ പറയുമ്പോൾ ശരിക്കും
കാലിന്റെ മടമ്പ് പിൻഭാഗം നനയണമെന്നല്ലേ പറയാ അതാ. അതെ അതെ അതെ, കാല് കഴുകുമ്പോൾ ഉള്ള നിയമത്തിൽപ്പെട്ടതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കാലിന്റെ ആദ്യം പിൻഭാഗത്ത് ആണ് കഴുകേണ്ടത്. മടമ്പ് എന്ന് പറയുന്ന ആ പിൻഭാഗമാണ് ആദ്യം കഴുകേണ്ടത്. അത് എന്തായാലും നനയണം എന്ന് പറയാറുണ്ട്. അത് നനയാതെ കാലിന്റെ മേലെ ലേശം വെള്ളം ഒഴിച്ചതിനെ കൊണ്ട് കാര്യമില്ല, അത് പൂർണ്ണമാവില്ല. അപ്പൊ അത് അവിടെ നനയണം, അവിടെ മുതൽക്ക് ഇങ്ങോട്ട് നനയണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. നമ്മളൊരു ദേവന്റെ നിവേദ്യം കഴിഞ്ഞാല് അടുത്തൊരു ദേവന് അഭിഷേകം ചെയ്യേണ്ടി വരുവാണെങ്കിൽ കുളിച്ചിട്ട് ചെയ്യാവണമെന്ന് പറയൂലോ, എങ്ങനെ അങ്ങനെ ഉണ്ടോ? ഒരു ദേവന് നിവേദ്യം കഴിഞ്ഞിട്ട് നമുക്കൊരു ദേവന് അഭിഷേകം ചെയ്യേണ്ടി വരുവാണെങ്കിൽ കുളിച്ചിട്ടേ ചെയ്യാവുള്ളെന്ന് പറയാറുണ്ട്. അറിയാതെ ഒരു നടയിൽ അഭിഷേകം ചെയ്യാൻ വിട്ടുപോയി, പിന്നീട് നിവേദ്യം കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ കുളിച്ചിട്ട് ചെയ്യാവണമെന്ന് പറയാറുണ്ട്. അതായത് അഭിഷേകം ചെയ്യാതെ നിവേദ്യം ചെയ്താലാണോ പറയുന്നത്? അതെ അതെ, ഒരു നടയിൽ മാത്രം നമ്മൾ അഭിഷേകം ചെയ്യാൻ വിട്ടുപോയി, ബാക്കി എല്ലാ നടയിലും അഭിഷേകമൊക്കെ ചെയ്തു കഴിഞ്ഞ് നിവേദ്യവും കഴിഞ്ഞിട്ട് ഒരു നടയില് അഭിഷേകം ചെയ്യുവാണെങ്കിൽ കുളിച്ചിട്ടേ ചെയ്യുകയാണെന്ന് പറയാറുണ്ട്. അല്ല, ആ ദേവന് ഇപ്പൊ അഭിഷേകം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ദേവന് നിവേദിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയാണ് വേണമെന്നൊന്നുമില്ല, അത് വേണമെന്നൊന്നുമില്ല. സാർ, നമ്മൾ അമ്പലത്തിൽ പൂജ കഴിക്കുമ്പോൾ ആദ്യം എല്ലായിടും അഭിഷേകം ചെയ്ത് കഴിഞ്ഞാലേ നിവേദ്യം നടത്തുള്ളൂ. എല്ലാ നടയിലും അല്ല, അത് കുഴപ്പമില്ല. അങ്ങനെ അല്ലാതെ ആയി വിചാരിച്ച് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചിലപ്പം പ്രധാന ദേവന്റെ പിന്നെ അവിടെ അഭിഷേകവും പിന്നെ ചിലപ്പോൾ ഒരു പൂജയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം അപ്പുറത്ത് ഉപദേവനായിട്ടോ ഒക്കെയുള്ള ജലതിക്കിലേക്ക് പോവുക. അവിടെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവിടെ അഭിഷേകം ചെയ്ത് നിവേദ്യം ചെയ്ത് തിരിച്ചു പോരുകയായിരിക്കും ഉണ്ടാവുക. അതിലേക്ക് ഒരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതിനെ കൊണ്ടൊരു അശുദ്ധിയൊന്നും വരാൻ ഇല്ല. ചേട്ടാ, അതുപോലെ ഈ രാവിലെ നമ്മൾ പൂജയ്ക്ക് ശംഖുപൂരണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരം പൂജയ്ക്ക് വേറെ ശംഖുപൂരണം ഉണ്ടാക്കേണ്ടതുണ്ടോ? അത് ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പൊ നടപ്പിൽ. ഏതായാലും അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ നടപ്പില് ഇപ്പോ രാവിലെ ശംഖുപൂരണം ചെയ്താല് രാത്രിയും അത് തന്നെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പഴയ ചില ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഇല്ലത്തെ മുത്തശ്ശൻ തന്നെ, ഇല്ലത്ത് ഇപ്പൊ ഞങ്ങളൊന്നും അങ്ങനെ അല്ലെങ്കിലും ഇല്ലത്തെ മുത്തശ്ശനൊക്കെ രാവിലത്തത് ശംഖുപൂരണമൊക്കെ ഉണ്ടാക്കി രാവിലത്തെ എല്ലാ പൂജ ഉച്ചപൂജ അടക്കം കഴിഞ്ഞാല് അത് മാറ്റിയിട്ട് കമഴ്ത്തി വെക്കും. വൈകുന്നേരം രണ്ടാമത് വെള്ളം എടുത്തിട്ട് ചെയ്യാണ് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അതാകുമ്പോ കുറച്ചുകൂടി അതിനൊരു ശുദ്ധി വരും തോന്നുകയാണ്. അതൊക്കെ ശരി. പക്ഷെ ഇപ്പൊ ഇന്ന് നടപ്പിലിപ്പോ ഇതേപോലെ തന്നെയാണ്. അതിനിപ്പോ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്തിൽ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. കാരണം പഴയ കാലത്ത് ഉള്ളതുപോലെ അല്ലാതെ ഇന്നിപ്പം ഉണ്ടാക്കിയ ഭക്ഷണം ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒക്കെ വെക്കുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് ഞായറാഴ്ച ഒന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെക്കും. അപ്പോൾ വല്ല ജോലിക്കാർ ചെയ്യുന്ന കാര്യമാണ്. അവർ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഞായറാഴ്ച ദിവസം ഭക്ഷണം ഉണ്ടാക്കി ഇതിനകത്ത് വെക്കും, പിന്നെ ഒരാഴ്ചത്തേക്ക് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അവര് തന്നെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. തമാശയല്ല, ഇത് കാര്യം തന്നെയാ പറഞ്ഞത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളിപ്പോ ഒരു ദിവസത്തെ പിറ്റേ ദിവസം കഴിക്കാൻ തന്നെ ചിലപ്പോൾ മടിയായിരിക്കും. പറഞ്ഞ ആൾക്കാർക്ക് ചിലർക്ക് രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം കഴിക്കാനും മടിയുള്ളവരുണ്ടാവാം, അതും ഉണ്ടാവാം. അപ്പൊ അങ്ങനെ അത് നമ്മുടെ മനസ്സിനനുസരിച്ചാണ്. അപ്പൊ രാവിലെ ഉണ്ടാക്കിയത് വൈകുന്നേരം കഴിക്കാൻ മടിയുള്ള ആളുകളെ സംബന്ധിച്ച് രാവിലെ ഉള്ള ശംഖുപൂർണവും ചിലപ്പം വൈകുന്നേരത്തേക്ക് ഉപയോഗിക്കാൻ മടിയുണ്ടാവാം. അപ്പൊ ആ ഒരു നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് ഇതിനെയും മാറ്റിയെടുക്കാം എന്നാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ നിലയ്ക്ക് പിറ്റേ ദിവസത്തേക്ക് എന്തായാലും വെക്കാൻ പറ്റില്ല. ശംഖുപൂർണം ആയാലും ശരി, വെള്ളം ആയാലും ശരി, ഒന്നും അത് പതിവില്ല ഏതായാലും. അതുപോലെ പ്രാണാഹുതി ചെയ്യുന്ന സമയത്ത് നമ്മള് പവിത്രം വിട്ടുകൊണ്ട് ചെയ്ത പവിത്രത്തിന് അശുദ്ധി വരുമോ, അതോ ഊരണം എന്നുണ്ടോ? പവിത്രം വിട്ടുകൊണ്ട് തന്നെയാണ് കാണാറ്.
അതിനെ അശുദ്ധിയായിട്ട് കണ്ടിട്ടില്ല ഏതായാലും. ശരി, അത്രയും എന്റെ സംശയം. നമസ്തേ. പിന്നെ ഈ കണ്ണ്, മൂക്ക്, ചെവിയൊക്കെ തൊട്ട് കഴിഞ്ഞാലേ നമ്മൾ കൈ കഴുകണം എന്ന് പറയല്ലോ. അതെ അതെ അതെ, അത് തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകണം എന്ന് പറയാറുണ്ട്. ശരീരത്തിന്റെ അപ്പൊ അക്കൂട്ടത്തിൽ ഏതായാലും പറയാൻ പറ്റിയ വേറെ ചില കാര്യങ്ങളുണ്ട്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഇപ്പോൾ പൂജയുടെ ഇടയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്ന് ചൊറിയണമെന്ന് തോന്നി, അതൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ ചൊറിയണം തോന്നിയിട്ടുണ്ടാവും. ചൊറിയുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകണം. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ തൊടേണ്ടി വന്നാൽ കൈ കഴുകണം. അതേപോലെ വേറെയും പറയാറുണ്ട്, ഒന്ന് പോട്ട് വായിട്ടു, അങ്ങനെയാണെങ്കിലും അതൊരു അശുദ്ധിയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കൈ കഴുകാണ് പതിവ് എന്ന് മാത്രം. അപ്പോൾ കൈ കഴുകാറുണ്ട്. കൈ കഴുകുക, മുഖം കഴുകുകയൊക്കെ വേണ്ടതാണ് ശരിക്കും. കാല് കഴുകി ആചമിക്കൊക്കെ വേണ്ടതാണ് അങ്ങനെ ഒക്കെ വന്നാലെന്ന് പറയാറുണ്ട്. കൊതുകൊക്കെ കടിച്ച് കൊതുവിനൊക്കെ അതെ 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 അതെ. ഒരു സംശയം. ഇപ്പോ ഒരു ക്ഷേത്രത്തില് 3-4 ദേവന്മാരുണ്ടാവും. അപ്പൊ ഒരു ദേവന് നമ്മള് ശംഖുപുരാണം എല്ലാം ഉണ്ടാക്കി, തിരിച്ച് അടുത്ത അവിടെ പൂജയ്ക്ക് പോകുമ്പോ ചെയ്യണോ? എന്താ ചോദിച്ചത്? ഒരേ ക്ഷേത്രത്തിലെ ഒരു പൂജാരി ഉണ്ടാവും, 2 ശംഖുപൂരണം. ശരിക്കും നിയമപ്രകാരം ഓരോ ദേവനും ഓരോ ശംഖുപൂരണം തന്നെ വേണം. അങ്ങനെ തന്നെയാണ് നിയമം. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോന്നിന്റെയും പരിപൂർണതയിൽ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ വിവരണ ചെയ്യണം. പക്ഷെ അല്ലാതെ നടപ്പിൽ ധാരാളമായിട്ടുണ്ട്. ഒരുമിച്ച് 10 പൂജ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ വലത്ത് കിണ്ടി വേണ്ടി വരും. ഒരു 7 പൂജ ഒരുമിച്ച് ചെയ്യുമ്പോൾ 7 വലത്ത് കിണ്ടിയും 1 ഇടത്ത് കിണ്ടിയും വേണ്ടി വരും. അതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ദേവൻ്റെത് ഉണ്ടാക്കുക, അത് മാത്രമേ ഇപ്പൊ നടപ്പിലുള്ളൂ. ഏതായാലും അതെ അതെ, അസ്ത്രമന്ത്രം മാത്രമല്ല, പല മന്ത്രങ്ങളും മാറുമല്ലോ. അസ്ത്രമന്ത്രം മാത്രമല്ല, എല്ലാ മന്ത്രങ്ങളും മാറുന്നുണ്ട്. അംഗമന്ത്രമൊക്കെയാണല്ലോ ശംഖുപൂരണത്തിൽ കൂടുതലായിട്ടും വരുന്നത്. അതൊക്കെ മാറ്റം വരികയല്ലേ. ഈ നിവേദ്യം തൊട്ട് ഇട്ടൊരു മൂലം ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ കൈ കഴുകണോ? അത് കഴിഞ്ഞിട്ട് വേണമല്ലോ. എന്നിട്ട് അമൃതി ഭവ കഴിഞ്ഞാൽ കൈ കഴുകണമല്ലോ. പറഞ്ഞോളൂ. ശംഖുപൂരണം ചെയ്ത പൂക്കള് വലത് കിണ്ടിയിൽ ഇടുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് പുറശാന്തിക്ക് എല്ലാം പോകുന്നത് എന്താ, അത് പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല, അതിലേതായാലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ വേറെ കുറച്ചുകൂടി പൂവ് എടുത്തിട്ട് ആ പൂവാണ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം. അതിനുവേണ്ടി ഉപയോഗിച്ചതാണെങ്കിലും അത് വേറെ കുറച്ച് പൂവും കൂടി നമ്മൾ എടുത്തിട്ടാണല്ലോ പോവുക ഏതായാലും. അപ്പോൾ ആ പൂവാണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം പോവാൻ വേണ്ടി. പക്ഷെ അതില് ചെറിയ ഒരു എല്ലാം കൂടി കലർന്നൊക്കെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ തുവി കഴിഞ്ഞാൽ ആ ശംഖ് കിണ്ടി കഴുകി ഇട്ടേ ഉള്ളിലേക്ക് നമ്മൾ വരാറുള്ളൂ. അങ്ങനെയാണല്ലോ എന്റെ നിയമം. പറഞ്ഞോളൂ, ധന്യവന്ത് പറഞ്ഞോളൂ. നമ്മൾ രാവിലെ പൂജ തുടങ്ങുമ്പം ഭക്തർ വരുമല്ലോ. അപ്പം പ്രസാദം മേടിച്ചിട്ടല്ലേ അവര് പോവാറുള്ളൂ. അപ്പൊ നമ്മൾ ഏത് പൂജ കഴിഞ്ഞ ശേഷം പ്രസാദം കൊടുക്കാൻ തുടങ്ങാൻ പറ്റുന്ന? രാവിലെ പൂവും ഒന്നും ഉണ്ടാവൂലല്ലോ. അത് ഈ നമ്മുടെ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഒരമ്പലത്തിലെ പ്രസാദം എപ്പോഴും കൊടുക്കണം, രാവിലെ തന്നെ പൂജ കഴിച്ച് പൂവുണ്ടാവില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയൊക്കെ തലേ ദിവസത്തെ പൂജ കഴിച്ച പൂവുണ്ടാവുമല്ലോ, അത് നിർമാല്യം വാരിയിട്ട് അതാണ് പ്രസാദമായിട്ട് കൊടുക്കുക. നിർമാല്യം വാരി എടുക്കുമല്ലോ, നിർമാല്യം വാരുമല്ലോ, അതാണ് പ്രസാദമായിട്ട് കൊടുക്കുക. അത് കൊടുക്കാം. അങ്ങനെ വാരി വെച്ച നിർമ്മാല്യം പുറത്തല്ലേ വെച്ചിട്ടുണ്ടാവും, വെക്കേണ്ടത്? അത് ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റുമോ? ഉള്ളില് വെക്കണ്ട, അത് വടക്ക് ഭാഗത്തേക്ക് മാറ്റാം മാത്രമേ. ഉള്ളില് സുഖമില്ല, ശീലത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് മാറ്റാം. അതെ, അങ്ങനെ വേണേ മാറ്റാം.
പക്ഷെ അങ്ങനെ വേറെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് മാറ്റാൻ പറ്റില്ല. നമ്മളത് പുറത്തേക്ക് വെക്കണം. അവിടെ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധിയായില്ലേ അത് തൊട്ടാല് കൈ കഴുകണം. അശുദ്ധി തന്നെ പലവിധമില്ല. അതൊന്ന് ഇപ്പൊ ചിലത് പുണ്യാഹം തെളിച്ചാലേ അശുദ്ധി മാറുള്ളൂ, ചിലത് പാത്രങ്ങളാണെങ്കിൽ കഴുകി കമഴ്ത്തി വെച്ചാലേ അശുദ്ധി മാറുള്ളൂ. അങ്ങനെ പലതരം അശുദ്ധികളുണ്ടല്ലോ. അത് പിന്നെ മരിച്ചാലുള്ള അശുദ്ധി, പ്രസവിച്ചാലുള്ള അശുദ്ധി, പിന്നെ സ്ത്രീകൾക്ക് പീരീഡ് ആകുമ്പോഴുള്ള അശുദ്ധി, അങ്ങനെ പലതരം അശുദ്ധി ഉണ്ടല്ലോ. അതൊക്കെ ശുദ്ധമാകാനുള്ളത് അതിന് ഓരോന്നിനും അതിൻ്റെതായ വിധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരിച്ചാലൊക്കെ ആ സമയം ആയി കഴിഞ്ഞാൽ കുളിച്ചാൽ അശുദ്ധി മാറും എന്നാണ് പറയുക. പിന്നെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ ചിലതിന് പുണ്യാഹം ചെയ്താൽ തന്നെ മാറുള്ളൂ. അത് അതിൻ്റെതായ ഗൗരവം ലാഘവം അനുസരിച്ച് ചെയ്യണം എന്ന് തന്നെയാണ് പറയാം. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഗൗരവമുണ്ട്. ഗൗരവ ലാഘവ ഭേദം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് പറയും. പിന്നെ മരിച്ചാലും പ്രസവിച്ചാലും ഒക്കെ ഉള്ള കൊല വാലായ്മകൾക്ക് അതിൻ്റെ കാലാവധി ആയി കഴിഞ്ഞാൽ സാമാന്യമായിട്ട് ആ കുളിച്ചാൽ അശുദ്ധി മാറി എന്ന് പറയാം. അതിൽ തന്നെ മരിച്ചതിൽ ഈ മരിച്ച ആ ശരീരം തൊട്ട് കഴിഞ്ഞാൽ പുണ്യാഹ ശുദ്ധം തന്നെ വേണം എന്നും പറയാറുണ്ട്. ഈ നാലമ്പലത്തിന് വെളിയിലേക്ക് ശാന്തിക്കാരൻ പോയാല് പിന്നെ അകത്തേക്ക് കയറുമ്പം കുളിക്കണോ അങ്ങനെ എന്തെങ്കിലും? നാലമ്പലത്തിന് പുറത്ത് പോയാൽ കുളിക്കണം നിർബന്ധമൊന്നുമില്ല. ചുറ്റമ്പലത്തിന് പുറത്തേക്കായാലോ? അതന്നെ, ചുറ്റമ്പലത്തിന് പുറത്ത് അമ്പലത്തിന് മതിൽക്ക് വെളിക്ക് പോയാൽ, മതിൽക്ക് പുറത്ത് പോയാലും ഒക്കെ ഈ ചില സ്ഥലത്ത് മതിൽക്ക് പുറത്തായിരിക്കും കുളം ഉണ്ടാവുക അല്ലേ? അപ്പൊ അതിന് നമ്മളൊരു പരിധി ഉണ്ടാക്കണം. അത് അശുദ്ധി ഇല്ലാത്ത സ്ഥലമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പോകുന്ന സന്ദർഭങ്ങൾക്കനുസരിച്ചും ചില അശുദ്ധികൾ വരും. ഇപ്പൊ ഉത്സവത്തിനൊക്കെ ദേവൻ എഴുന്നള്ളിച്ച് പോകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ ഉത്സവത്തിന്റെ ശുദ്ധം വേറെ തന്നെയാണ്. അപ്പൊ അവിടെ ആ യാത്ര കൊണ്ട് അശുദ്ധി വരുന്നില്ല. അങ്ങനെ അല്ലാതെ ഒരു യാത്രയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് അശുദ്ധിയായിട്ട് മാറും. അതായത് വഴിശുദ്ധം എന്ന് പറഞ്ഞ ഒരു അശുദ്ധിയുണ്ട്, അത് വരും. ആ വഴിശുദ്ധം ബാധിക്കില്ല. ഈ ഉത്സവത്തിനുള്ള യാത്ര പോലത്തെ യാത്രയാണെങ്കിൽ വഴിശുദ്ധം എന്നുള്ള വിഷയമില്ല. അതിൽ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാലും അതേ ശുദ്ധിയോടുകൂടി തന്നെ പെരുമാറാം എന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വഴിശുദ്ധം പറഞ്ഞ കൂട്ടത്തിൽ തന്നെയുള്ള ഈ പഴയ കാലത്തുള്ള ചില ശുദ്ധങ്ങളുണ്ട്. അതായത് അതിലേക്ക് ഞാൻ നേരത്തെ പോകണ്ടെന്ന് വെച്ചിട്ടുള്ളതാണ്, പറയണ്ടെന്ന് വെച്ച കാര്യമാണ്. ഇപ്പം പിന്നെ നമ്മൾ കിടക്കാൻ ഉപയോഗിച്ച പായകള്, വിരികള്, ഇതിനൊക്കെ ഒരു അശുദ്ധിയുണ്ട്. അത് പിറ്റേ ദിവസം കുളിച്ചു കഴിഞ്ഞിട്ട് ശുദ്ധമായിട്ട് തൊടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് തൊട്ടാലും ഒരശുദ്ധിയുണ്ട്. അത് ഒരു സംശയം കൂടെ തുറന്നു ചോദിച്ചോട്ടെ. ഈ ഓണം തന്നെ ഉടുക്കണം അങ്ങനെ നിർബന്ധമുണ്ടോ പൂജയ്ക്ക്? അതോ മറ്റേ നമ്മളിപ്പോ സാധാരണ ഇപ്പോഴത്തെ കാലസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ അങ്ങനെ അല്ലല്ലോ. അപ്പൊ അത് എങ്ങനെ കോണോന ഉടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? കോണോന വേണം. നമ്മളിപ്പോ സാധാരണ ഈ അണ്ടർവെയർ ആണല്ലോ, അപ്പൊ നമുക്ക് അത് പാടുണ്ടോ? അതെങ്ങനെയാ? അത് കൗപീനം തന്നെയാണ് നമ്മുടെ നമ്പൂതിരി ചിട്ടയ്ക്ക് അനുസരിച്ച് വേണ്ടത്. അത് നിർബന്ധമാണ്. അത് പിന്നെ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം പിന്നെ ചില ശാസ്ത്രീയമായിട്ടുള്ള എവിടെയോ ഉള്ളൊരു പഠനത്തിൽ തന്നെ കൗപീനത്തിന്റെ ഗുണം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നമ്മളുടെ രീതിയിൽ ചെയ്യുന്നത്, ഇപ്പൊ ഈ കൗപീനം വേണം നിർബന്ധമില്ല, പക്ഷെ തട്ടുകൊടുക്കണം. തട്ടുകൊടുത്തിട്ടാണ് കുഴപ്പമില്ല. അപ്പോഴ് തട്ടുകൊടുക്കുകയാണെങ്കിൽ കൗപീനം ഒഴിവാക്കുക പതിവ്. ഏകവസ്ത്രം എന്നുള്ളൊരു നിയമം അനുസരിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ
ശരിക്കും തട്ടുകൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഏകവസ്ത്രമായിട്ട് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ശരിക്കും തട്ടുകൊടുക്കുന്നത്. ഈ കൗബീന കൊടുത്തതിന്റെ മേലെയല്ല. പക്ഷെ ഇപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെയാ, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കി പത്രം തന്നെയാണത്. അല്ല, അതൊരു ഡിസ്കംഫർട്ടാണ് അത് ശരിക്കും. പലരും കളിയാക്കണതൊക്കെ അതുകൊണ്ടാണല്ലോ സുധാകരൻ. അതെ 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 അതെ. ഈ കൊടിമരത്തിനടുത്തുള്ള ബലിക്കല്ലിൽ തോന്നുന്നത് വ്യത്യാസം. അത് എങ്ങനെ വ്യത്യാസം? നമ്മളിപ്പോ അഗ്നിയില് തോന്നല്ലേ പറഞ്ഞത്? അതിന് മന്ത്രവ്യത്യാസം വരും. കൊടിമരത്തിന്റെ മന്ത്രമാണ് വേണ്ടി വരിക. പിന്നെ ചുറ്റും വേറെ കല്ലുകളും ഉണ്ടല്ലോ. അതെ അതെ, അതിനൊക്കെയുള്ള നമുക്ക് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ ശീവേലിയൊക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരിയേട്ടാ, ഈ പൊലയും വാലായ്മയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സന്ധ്യാവന്ദനം ചെയ്യാൻ പാടുണ്ടോ? അത് പാടുണ്ടെന്നും ചില ആൾക്കാർ പറയുന്ന കേട്ടു. സംശയം. സന്ധ്യാവന്ദനം മുടക്കാൻ പാടില്ല, എന്തായാലും ശരി മുടക്കാൻ പാടില്ല എന്നാണ് പറയുക. അതായത് അതിന്റെ പ്രാധാന്യത്തെ പറ്റി പറയാറുണ്ട്. ഇപ്പോ പിന്നെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ച ഒരു സമയമാണ് എന്ന് വിചാരിക്കാം. എന്നാൽ കൂടി പിന്നെ സന്ധ്യാവന്ദനം ചെയ്യേണ്ട ഒരു സമയം ഉണ്ട് എങ്കിൽ ആ സമയത്ത് സന്ധ്യാവന്ദനം ചെയ്തിട്ട് വേണം സംസ്കാരത്തിന് ഒരുങ്ങാൻ പറയാറുണ്ട്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് എന്നാണ്. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സംസ്കാരത്തിന് വരെ ഇങ്ങനെ വേണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ കൊല വാലായ്മയുള്ള സമയത്ത് ജപിക്കണോ വേണ്ടയോ എന്നുള്ള പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, വേണം. പക്ഷേ മുടക്കാതിരിക്കാൻ ആ സമയത്ത് 10 ഗായത്രി മാത്രമാണ് ജപിക്കാറ് എന്ന് മാത്രം. മുടക്കരുത് എന്നുള്ളത് കൊണ്ട് 10 ഗായത്രിയെ ജപിക്കാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. നിർബന്ധമാണ്, മുടക്കാൻ പാടില്ല. അല്ല, അപ്പൊ 10 കൂടുതൽ ജപിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? വേണ്ട, 10 കൂടുതൽ ആ സമയത്ത് വേണ്ടാന്ന് തന്നെയാ പറയാം. 10 കൂടുതൽ പതിവില്ല. ഈ പുലയം ഭാഗവതം രാമായണമൊക്കെ വായിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ? ചിലപ്പോ അവിടെ തന്നെ വായിക്കുന്ന കാണാറുണ്ട് ഭാഗവതം രാമായണമൊക്കെ. എപ്പോഴ്? ഈ മരിച്ചു കിടക്കുമ്പോ ചിലവര് പറയും വായിച്ച് കേൾപ്പിക്കണോന്ന് പറയുന്നവരുണ്ട്. പരീക്ഷത്ത് മരിക്കുമ്പോ ഇത് വായിച്ച് കേൾപ്പിക്കുമല്ലോ. അതെ, അത് കൊലവാലായ്മ ഉള്ളവര് വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. കൊലവാലായ്മയുള്ളവര് വേണ്ട വായിക്കുന്നത് എന്ന് മാത്രം. ഇപ്പൊ ഈ ഒരാള് മരിച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് വേദം ചൊല്ലി കേൾപ്പിക്കും. അതിന് ചെവിയിലോത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഓത്തുണ്ട്. ആ വേദം ചൊല്ലി കേൾപ്പിക്കാറുണ്ട്. അതില് ഒരു ഋക്ക് ഉണ്ട്. ആ ഒരു ഋക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിയ ആള് പോയി കുളിച്ചു വരണം. അങ്ങനെ ഒരു ഋക്കുണ്ട് ചെവിയിലോത്തില് ഒരു ഭാഗം. അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ കുളിച്ചു വരണം എന്നാണ് പറയുക. ഒരശുദ്ധി വരും. ഈ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് അഴയമേടരുത്, നിലത്ത് വിരിച്ചുണക്കണം എന്നാണ് പറയുന്നത്. ശരിയല്ലേ? എങ്ങനെ? ഈ പൂജയ്ക്ക് നമ്മൾ ഉടുത്തിരുന്ന ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വിരിച്ചുണക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഉണങ്ങാൻ ഏറ്റവും കൂടുതൽ സൗകര്യം ആ രീതിയിലാവും എന്നുള്ളത് കൊണ്ടാണ്. സാധാരണ പഴയ കാലത്തൊക്കെ തലേ ദിവസം മുക്കിയിട്ടതൊന്നും പതിവില്ല. ചാത്തത്തിനായാലും ഒക്കെ തലേ ദിവസം മുക്കിയിടുന്ന സമ്പ്രദായം ഇല്ല. അതാത് ദിവസം രാവിലെ മുക്കിയിട്ടിട്ട് വേണം, അത് ഉണങ്ങിയിട്ട് വേണം തട്ടുകൊടുക്കാനാണ് പഴയ കണക്കിന്. ചാത്തത്തിനൊക്കെ എങ്ങനെയാ പഴയ ആൾക്കാരൊക്കെ ചെയ്യുക, പഴയ ഇല്ലങ്ങളിലൊക്കെ എങ്ങനെയാ കാണുക? രാവിലെ നേരത്തെ 2 മണിക്കോ 2:30 ആ കുളിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ അപ്പോഴും കുളിക്കും. ഈ വസ്ത്രം മുക്കിയിട്ട് അത് എവിടെയെങ്കിലും ആറിയിടും. പിന്നെ നമ്മുടെ ഈ ചാത്തത്തിനുള്ള വട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് സമയം കുറെ ആവും. അപ്പോഴത്തേക്ക് ഇത് കഷ്ടിച്ച് ഉണങ്ങിയിട്ടുണ്ടാവും. അത് കൊടുത്തിട്ടാണ് പിന്നെ പഴയ കണക്ക്. ഈ അഴ കെട്ടിക്കഴിഞ്ഞാൽ അതില് മുത്തശ്ശി അങ്ങനെ ചെയ്യണുണ്ട്, അഴയ്ക്ക് അശുദ്ധം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അത് സാമാന്യം ആലോചിച്ചാൽ ഉണ്ടാവും. ഇവ പുതിയ ഒന്നാണെങ്കിൽ പൊടി ആണ്
നൂല് എങ്കിൽ കോടി കൊണ്ടുള്ള ഇതാണെങ്കിൽ അതിന് അശുദ്ധിയില്ല. പക്ഷെ അതിലൊരു പ്രാവശ്യം ഒന്ന് ആറിയിട്ട് കഴിഞ്ഞാൽ അതൊന്ന് നനഞ്ഞു, ആ നനഞ്ഞത് കോടി എന്ന് പറയാൻ പറ്റില്ല പിന്നെ. അതുകൊണ്ടാണ് അതിന് അശുദ്ധി പറയുന്നത്. അങ്ങനെ അല്ലാത്തത് ഇപ്പം ചിലത് വന്നിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് കൊണ്ടുള്ളതിനൊക്കെ അശുദ്ധി പറഞ്ഞിട്ടില്ല. കാരണം പ്ലാസ്റ്റിക്കിന് ധാരാളം അശുദ്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള അശുദ്ധികളൊന്നും അതിനെ ബാധിക്കില്ല എന്നാണ്. എടാ ഈ നട തുറന്നിട്ടേ തീർത്ഥം നൽകില്ലേ ശംഖുണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ ശംഖം തന്നെ ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ തീർത്ഥം കൊടുക്കണത് കണ്ടിട്ടുണ്ട്. അത് ചിലര് പാടില്ല എന്ന് എവിടെയോ എഴുതി കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്നാണോ? വലതുകണ്ടിന്ന് വെള്ളം എടുത്തിട്ട് തീർത്ഥം ഇങ്ങനെ ശംഖം കൊണ്ട് കൊടുക്കുക. ഹരിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ? സംശയമുണ്ട് അങ്ങനെ പാടില്ല. അതെ, അങ്ങനെ പാടില്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ പല അമ്പലങ്ങളിലും അങ്ങനെ ശംഖു കൊണ്ട് തന്നെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. ധാരാളം കൊടുക്കണ കാണാറുണ്ട് അങ്ങനെ. അതെ 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 അതെ. പക്ഷെ പാടില്ല എന്നുള്ള നിലയ്ക്കാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ആ രീതിയിൽ കാരണം ഉണ്ടാവാം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ഷഡാധാര പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളില് ദേഹശുദ്ധി കഴിഞ്ഞിട്ടാണ് സ്വതേ ശ്രീകോവിലേക്ക് കേറാറ് എന്ന് ഗുരുവായൂരൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ അത് പാലിക്കാൻ പറ്റുണ്ടോ, അതാണോ അതിന്റെ ഒരു വിധി? ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ശബരിവാരം പൂജയൊക്കെ ആകുമ്പോ ദേഹശുദ്ധി കഴിഞ്ഞിട്ടാണോ ശ്രീകോവിലേക്ക് കയറേണ്ടി വരിക? അങ്ങനെ കയറുന്നത് വളരെ ഗുണമാണ്. അങ്ങനെയൊക്കെ കയറുന്ന ഒരു സമ്പ്രദായം വളരെ നല്ലത് തന്നെയാണ്. അത് അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാല്, ഈ അമ്പലത്തിനുള്ളില് ദേവൻ ഒരു ശുദ്ധി ഉള്ള അവസ്ഥയിലായിരിക്കും പ്രതിഷ്ഠിച്ച സമയത്ത് ഉണ്ടാവുക. പിന്നെ നമ്മൾ വെറുതെ കുളിച്ച് അങ്ങോട്ട് പോകുമ്പോൾ, എന്നാൽ കുളിച്ച് ദേഹശുദ്ധിയൊക്കെ ചെയ്തിട്ട് ആ ദേവനായിട്ട് മാറിയിട്ട് പോകുമ്പോഴും ഉള്ള വ്യത്യാസമുണ്ട്. കാരണം അപ്പോഴും നമ്മൾ ദേവനുമായിട്ട് കുറച്ചുകൂടിയും ഒരു ഐക്യം വന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കൊരു അശുദ്ധികൾ ദേവന് ബാധിക്കില്ല. ദേവന് അശുദ്ധി ബാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് ബാധിക്കാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ചൈതന്യത്തിന് കുറവില്ലാതെ വരും, അത് തുടരും. അതൊക്കെ ഓരോരോ വിഷയങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ. പിന്നെ ചെറിയ ചെറിയ ഓരോരോ കർമ്മത്തിലുള്ള ശ്രദ്ധ ഉള്ളതിനനുസരിച്ച് ഈ ചൈതന്യം അങ്ങനെ നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഉള്ള ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിയാശുദ്ധിയിൽ പെട്ട ഒന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അത് വളരെ നല്ലതാണ്. ഈ ക്ഷേത്രം കുറച്ച് നാൾ അടഞ്ഞു കിടക്കുവാണെങ്കിൽ പിന്നെ പഞ്ചപുണ്യാഹമൊക്കെ നടത്തിയിട്ടല്ലേ തുറക്കാറുള്ളൂ. അതെ അതെ, അതിൻ്റെതായ കുറച്ച് ദിവസം അടഞ്ഞു കിടന്ന പിന്നെ പുണ്യാഹമൊക്കെ തളിക്കണം. പുണ്യാഹം കഴിഞ്ഞിട്ട് വേണമെന്ന് പറയാറുണ്ട്. അത് ഓരോന്നിന്റെ ഗൗരവത്തിനനുസരിച്ച് വേണം ഓരോന്ന് ഇത് ചെയ്യാൻ. അതായത് ഓരോരോ അമ്പലങ്ങൾക്ക് അനുസരിച്ച് വരും. അപ്പൊ തേവാരങ്ങളാണെങ്കിൽ പുണ്യാഹം വേണമെന്നില്ല എന്ന് പറയാറുണ്ട്. തേവാരങ്ങൾ ഉണ്ടാവുമല്ലോ ഈ കുടുംബക്ഷേത്രങ്ങളിലൊക്കെയുള്ള, ക്ഷേത്രമല്ലാത്ത ചില തേവാര ബിംബങ്ങളുണ്ട്. അതിനൊക്കെ മുക്കി ആറാടിക്കുക എന്നാണ് പറയുക. അതായത് നമ്മൾ കുളിച്ച് വന്നിട്ട് ആ തടമ്പല്ല, കുറേ ചെറിയ ചെറിയ വിഗ്രഹങ്ങളായിരിക്കും. അത് ചിലപ്പോൾ ഒരു താലത്തിൽ ഒക്കെ വെച്ചിട്ട് നിവേദ്യമൊക്കെയാണ് ഉണ്ടാവുക. അതെല്ലാം കൂട്ടി എടുത്തിട്ട് ഒന്നായിട്ട് നമ്മൾ മുങ്ങുക. എന്നിട്ട് ചെല്ലിത്തളിക്കുമ്പോൾ കാല് കഴുകി ആചമിച്ച് ചെല്ലിത്തളിക്കുമ്പോൾ അതിനും കൂട്ടി ചെല്ലിത്തളിച്ച് ഉള്ളിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിവേദ്യം ചെയ്യാം. അതാണ്, അതേ വേണ്ടു. അതിന് പുണ്യാഹം വേണ്ട. അങ്ങനെയുള്ള ബിംബമാകുമ്പോൾ തേവാര ബിംബത്തിന് പുണ്യാഹം വേണ്ട, ഇതേപോലെ മുക്കി ആറാടിച്ചാൽ മതി. പക്ഷേ പിന്നെ അമ്പലങ്ങളിലുള്ള പ്രതിഷ്ഠ മുക്കി ആറാടിക്കാൻ വയ്യല്ലോ, അത് അഷ്ടബന്ധമൊക്കെ ഇട്ട് ഉറപ്പിച്ചതായിരിക്കും. അത് മുക്കി ആറാടിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളതിന് പുണ്യാഹമാണ് വേണ്ടത്. അതുപോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വല്ല വിഗ്രഹമോ അല്ല സാലഗ്രാമോ നഷ്ടപ്പെട്ടാൽ പകരം വേറെ വാങ്ങി വെക്കുവോ? അതെങ്ങനെയാണ്? അതിനെപ്പറ്റി വല്ല ഒരു വിഗ്രഹം നഷ്ടപ്പെടുവോ അല്ല അതിന്റെ പ്രഭ നഷ്ടപ്പെടുവോ ഒക്കെ ചെയ്യാറുണ്ട്. അതെ അതെ അതെ. ആ പ്രധാനപ്പെട്ട വിഗ്രഹം നഷ്ടപ്പെട്ടാൽ അതിൻ്റെതായ
അത് കിട്ടുമ്പോൾ ചില പരിഹാരങ്ങൾ ചെയ്യണം. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ചില വിധികളൊക്കെ ഉണ്ട്. ഇപ്പൊ വിഗ്രഹം നഷ്ടപ്പെട്ടാലും പൂജ മുടക്കരുതെന്ന് പറയും. വിഗ്രഹം നഷ്ടപ്പെട്ടു, എന്നാൽ ആ പീഠത്തിൽ പൂജിക്കണം എന്നാണ് പറയുക. പീഠം പോയിട്ടുണ്ടാവില്ലല്ലോ, ആ പീഠത്തിൽ പൂജ തുടരുക, അതാണ് അതിൻ്റെ വിധി. ഇനി വിഗ്രഹവും പീഠവും പോയി വിചാരിക്കുക, രണ്ടും കൊണ്ടുപോയി വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്ത് പൂജ കഴിക്കാം, സ്ഥലം സങ്കല്പിച്ചിട്ട് പൂജ കഴിക്കാം എന്ന് പറയാറുണ്ട്. ഹരിയേട്ടൻ പറയാം. ഇപ്പൊ സന്ധ്യാവന്തനത്തിന് ആചമിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇരുന്നിട്ട് വേണം. അതെ അതെ. ചിലർ ഭസ്മം തൊടുമ്പോഴും ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന കാണാം. അതെ അതെ, അതിനും അത് തന്നെയാണ് വിധി. ഇരുന്നിട്ട് തന്നെ വേണം ഭസ്മം തൊടാൻ എന്ന് പറയാറുണ്ട്. നിന്നിട്ട് പാടില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇരുന്നിട്ട് തന്നെ വേണമെന്ന് പറയാറുണ്ട്. വടക്കോട്ടേക്കാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ചിലര് കിഴക്കോട്ടും ആവാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എനിക്കൊരു തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. കിഴക്കോട്ട് ചെയ്താൽ തെറ്റൊന്നുമില്ല. ഏതായാലും ഈ പത്മട്ട് പൂജ പ്രധാനമായിട്ട് നെജ്ജെഴുന്നള്ളിക്കുമ്പോഴേ ആ സോമസൂത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്, നിർമ്മാല്യാവാണ്ടത്? അവിടെ ഈ പൊതുവെ ഒരു പൂജ തുടങ്ങിക്കഴിഞ്ഞാല് വടക്ക് ഭാഗത്ത് കൂടി കൊണ്ടുവരാണ്ട് ശ്രദ്ധിച്ചാൽ നല്ലത് തന്നെയാണ്. ഈ ഒരമ്പലത്തിലുള്ളത് പോലെ അത്ര ഒരു ഈ സോമസൂത്രത്തിന് പ്രാധാന്യമില്ല എങ്കിലും കുറച്ചൊക്കെ അത് പാലിച്ചാല് അതിൻ്റെ ഗുണം ഉണ്ടാവും. ഇപ്പൊ നിവേദ്യമൊക്കെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നിവേദ്യം പിന്നെ ആ പത്മോട്ടിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് നിവേദ്യം വെക്കുമ്പോൾ വടക്ക് ഭാഗത്ത് കൂടി കൊണ്ടുവന്ന് വെക്കാതെ തെക്ക് ഭാഗത്ത് കൂടി കൊണ്ടുവന്ന് വെക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് കുറച്ചുകൂടിയും ഒരു നല്ലതാണ്. അങ്ങനെ അല്ലാതെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വലിയൊരു തെറ്റൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ നമ്മൾ അറിയുന്ന ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പെരുമാറാൻ സാധിക്കും. നല്ലതാണ്. കൂടുതൽ ഈ കർമ്മത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ശുദ്ധി വരുത്തുന്ന വിഷയത്തിൽ ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തടപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ശ്രീകോലത്തേക്ക് നിവേദ്യം കൊണ്ടുപോകുമല്ലോ, ആ സമയത്ത് അടച്ചു വെക്കണം നിർബന്ധമാണല്ലോ. അങ്ങനെ പറയാൻ എന്താ കാരണം? അടച്ചിട്ടേ കൊണ്ടുപോകാറുള്ളൂ. അതിൻ്റെതായ ഈ പലതരത്തിലുള്ള അശുദ്ധികള് വരും. ഇതിപ്പോ ഒരാൾ കണ്ടാൽ അശുദ്ധി വരും. പിന്നെ അതിന്റെ വാസന മനസ്സിലാക്കിയാൽ, ഇതിപ്പോ നമ്മൾ മാത്രമല്ലല്ലോ, ഒരു പിന്നെ ഈ കൊണ്ടുപോകുന്ന ആള് മാത്രല്ല, പിന്നെ അവിടെ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ടാവും, നമ്മൾ കാണാത്ത കുറെ ആൾക്കാരുണ്ടാവും, പലതരത്തിലുള്ള ഈ ഭൂതഗണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പറയാ. അപ്പോൾ അവരൊക്കെ ഒന്ന് ആസ്വദിച്ചാൽ, ആ ദേവന് കിട്ടുന്നതിൻ്റെ മുമ്പായിട്ട് ആസ്വദിച്ചാൽ അതിൽ ചെറിയൊരു പതിത്വം അതിൽ വന്നില്ലേ, അതുപോലും വരരുത് എന്നുള്ളത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് അടച്ചിട്ട് തന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നത്. അതേമാതിരി നേദിക്കുമ്പോ നമ്മള് വാതില് അടച്ചു വെക്കണം. ക്ഷേത്രത്തില് നിവേദ്യം ഭഗവാന് കൊടുക്കുമ്പോ അല്ല കർട്ടൻ എന്റെ കിട്ടണം. അതൊരു ചില സ്ഥലത്ത് ഒരു കർട്ടൻ ഇട്ടിട്ട് ഭക്തജനങ്ങൾ കാണാതെ നമ്മൾ നിവേദിക്കും. ചില സ്ഥലത്ത് അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഭക്തജനങ്ങൾ കാണും നമ്മൾ നിവേദിക്കുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെയാണെങ്കിൽ? ഈ നിവേദ്യ സമയത്ത് പൊതുവെ പിന്നെ ആള് കാണാതെ വേണം എന്ന് തന്നെയാണ് പറയാറ്. അതിൽ പ്രാധാന്യമൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ നമ്മളായാൽ ശരി, ഈ പിന്നെ ചിലർക്കൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ നമ്മളിൽ പലർക്കും ഉണ്ടാവും, ആർക്കൊക്കെയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വേറെ ആൾ കാണുമ്പോ നമുക്ക് ചിലർക്കൊക്കെ ഈ പഴയ നമ്പൂരിമാരെ പറ്റി പറയാറുണ്ട്. അവർക്ക് ആള് കഴിക്കുന്ന കാര്യത്തിൽ വേറെ ആൾ കാണുന്നത് വിഷമം, എന്നാൽ കഴിച്ചത് പിന്നെ പുറത്തേക്ക് കളയുന്ന കാര്യത്തിൽ അത് ആൾ കണ്ടാലും പ്രശ്നമില്ല എന്ന് ചിലര് പറയാറുണ്ട്. ഒരു തമാശയായിട്ട് പറയാറുണ്ട്. അതൊരു ശരിയാ. അതൊരു പിന്നെ ഒരു വൈദ്യന്മാരൊക്കെ പറയുന്ന ഒരു ഭാഷയിൽ തന്നെ അത് ശരിയാണ്. ഈ ഭക്ഷണത്തിൻ്റെ കഴിക്കുമ്പോൾ ഉള്ളത്
അതില് വരുന്ന ചില ഇപ്പൊ ഒന്നും വേണ്ട, ഈ കൊതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചിലർക്ക് ഉണ്ടാവും. അത് ചിലർക്ക് ബാധിക്കാറുണ്ട്, കുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതൽ ബാധിക്കാറുണ്ടെന്ന് പറയാം. അതുവരെ ഉണ്ടാവരുത് എന്ന് ഉള്ളൊരു നിയമമാണ് നമുക്ക്. അതൊക്കെ ഒരു മനുഷ്യനെ ബാധിക്കുന്നതാണ് പറയാ. ഹരിയേട്ടാ, ഈ നിവേദ്യ സമയത്ത് വാദ്യമൊക്കെ നിർത്തിയിട്ട് ശംഖുവൊക്കെ മുഴക്കാറുണ്ട്. പക്ഷെ ഈ പ്രസന്ന പൂജയുടെ നിവേദ്യ സമയത്ത് ഇങ്ങനെ ചെയ്ത് കാണാറുമില്ല. അതൊരു ഇല്ല 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 അതില്ല. പൂജയുടെ നിവേദ്യം അപ്പൊ കണ്ടു തൊഴുന്നതിന് കുഴപ്പമില്ലേ? അത് കണ്ടു തൊഴുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? പ്രസന്ന പൂജയുടേത് പ്രസന്ന പൂജയുടേത് കണ്ട് ആകുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. അതായത് പത്മോട്ട് പൂജയൊക്കെ ആണെങ്കിൽ കാണുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. ഹരിയേട്ടാ, പിന്നെ ഈ നവക ആടുമ്പോഴൊക്കെ ഉത്സവം ഉണ്ടല്ലോ, തടമ്പ്, അതിലേക്ക് കൂടി ആടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് ആവശ്യമുണ്ടോ? അങ്ങനെ അതിന്റെ ആവശ്യം ഇല്ല എന്നാണ്. അത് പിന്നെ ചിലര് ചെയ്യാറുണ്ട്, ആ ബിംബത്തിനോട് ചേർത്ത് വെക്കും, ചേർത്ത് വെക്കുന്നത് കാണാറുണ്ട്. അതിനെ കൊണ്ട് തെറ്റൊന്നുമില്ല. അല്ല, ഇല്ലെങ്കിൽ പതിവ് ദിവസങ്ങളിൽ അത് ഒന്ന് അഭിഷേകം കഴിക്കണോ? അല്ല ഒന്ന് ഇത് ചെയ്ത് അഭിഷേകം കഴിക്കണം. തടമ്പിനും കൂടി ആ ബിംബത്തിലുള്ളത്, അല്ല പീഠത്തിന്റെ മുകളിലുള്ള എല്ലാത്തിനും അഭിഷേകം ചെയ്യണം തന്നെയാ പറയാ. തടമ്പിനൊക്കെ അഭിഷേകം ചെയ്യണം തന്നെയാ പറയാ. ഈ ദേഹശുദ്ധിയും ശംഖുപൂരണമേ പ്രധാന ദേവന്റെ കഴിച്ചിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ ആ ദേഹശുദ്ധിയോടുകൂടി പൂജ കഴിക്കുന്ന സമ്പ്രദായം കണ്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പത്മവട്ടിയുടെ 4-5 ദേവന്മാരെ പൂജിക്കുന്ന വിഷയത്തിലും ഒരു ദേവന്റെ അല്ലേ ദേഹശുദ്ധി എത്തും. ഒരുമിച്ച്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് പൂജ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യാം. എന്നാല് ഒരു പൂജ കഴിഞ്ഞിട്ട് വേറൊരു അമ്പലത്തിൽ പോയിട്ട് പൂജ കഴിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഇത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, മറ്റൊരു നിവൃത്തിയില്ല. ഒരുമിച്ച് പൂജ കഴിക്കുമ്പോൾ പിന്നെ ഒരു ദേഹശുദ്ധിയെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്ന് കഴിഞ്ഞിട്ട് അമ്പലങ്ങളിൽ, അതെ, അമ്പലങ്ങളിലാകുമ്പോൾ ഒരു അമ്പലത്തിൽ പൂജ കഴിച്ചിട്ട് അടുത്ത അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് രണ്ടാമതും ദേഹശുദ്ധി ചെയ്യാൻ സാധിക്കും. അങ്ങനെ പറ്റുന്നുണ്ടെങ്കില് ശംഖുപൂരണം ഈ പറഞ്ഞ പോലെ പിന്നെ അതേ ഇത് തന്നെ എടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിവൃത്തിയില്ല എന്ന് മാത്രം. അല്ലാതെങ്കിൽ വേറെ ഉണ്ടാക്കുക തന്നെയാണ് സുഖം. ഏട്ടാ, പിന്നെ ഈ നമ്മൾ ധൂപമുദ്രയൊക്കെ കാണിക്കുമ്പോൾ വലത്തെ കൈയിൽ കാണിച്ചിട്ട് വലത് കൈ കഴുകിയാൽ മതിയല്ലോ. അതേപോലെ വ്യാപകം ചെയ്യുമ്പോൾ ഇടത്തെ കൈ കൂടി ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യണേ. അപ്പൊ 2 കൈ കൂടി കഴുകണ്ടേ? 2 കൈ കഴുകണം. അത് വലത്ത് കൈ കൊണ്ട് കഴുകിയിട്ട് മറ്റേ കൈയും കൂടി തൊടും. അങ്ങനെയാണ് പതിവ്. അതെ, പതിവ്. 2 കൈയും കഴുകണം. ശ്രീധരേട്ടൻ പറഞ്ഞോളൂ. തെറ്റുടുക്കുന്ന സമയത്ത് നമ്മളെ മുമ്പിലെ ഭാഗം വലതു ഭാഗത്തായിട്ടല്ലേ ആ ഉണ്ട കൂട്ടുന്നത്? അതെ, അപ്പൊ ബാക്കിലോട്ടില്ല ആ പുച്ഛം എടുക്കുന്ന അത് ഏത് ഭാഗത്ത് വരണം? അത് ഇടത്ത് ഭാഗത്താണ് കാണാറ് സാമാന്യം. മുന്നില് ഉള്ളത് വലതു ഭാഗത്തും പിന്നിലുള്ളത് ഇടത്ത് ഭാഗത്തുമായിട്ടാണ് സാമാന്യമായിട്ട് കാണുന്നത്. അങ്ങനെ അല്ലാതെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സാമാന്യം എന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലാത്ത പക്ഷമുണ്ട്, നേരെ തിരിച്ചു വരുന്ന ഒരു പക്ഷമുണ്ട്. അതങ്ങനെ പക്ഷമുള്ളവർ അതുപോലെ ചെയ്യുക എന്ന് മാത്രം. സാമാന്യം ഇതൊക്കെ നമ്മളൊക്കെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ മുന്നിൽ വലത്തു ഭാഗത്തും പിന്നിൽ ഇടത്തു ഭാഗത്തുമായിട്ടാണ് ചെയ്യുന്നത്. സതീഷ് ഏട്ടൻ എന്താ പറയാൻ നോക്കിയാ പറഞ്ഞോളൂ. സതീഷ് ഈ വേഷത്തില് ഇപ്പൊ തച്ചന്നെ വേണമെന്ന് ഒറ്റമുണ്ട് അങ്ങനെ പലതും സൗകര്യം പോലെ ചെയ്യാമല്ലോ അല്ലെ? അതെ, അത് കുഴപ്പമില്ല. പിന്നെ ഈ ഭക്തജനങ്ങൾ പൂവ് കൊണ്ടുവരുമ്പോ അത് തളിച്ചിട്ട് ശാന്തിക്കാരെടുക്കുക, എന്നാ ചന്ദനത്തിരി എണ്ണയും കൊണ്ടുവരുമ്പോ നേരെ എടുക്കുക. അപ്പൊ അത് എല്ലാം അതിലും വല്ല കഴമ്പുണ്ടോ? അല്ല, അതിപ്പോ ഒരു കാര്യമുണ്ട്. ഈ പിന്നെ മുമ്പ് എല്ലായിടത്തും കണ്ടില്ല, ചിലയിടത്ത്. അതെ, പൂവൊക്കെ തളിച്ചെടുക്കുക ശരിയാണ്. ചന്ദനത്തിരി കത്തിക്കേണ്ട സാധനം ആയതുകൊണ്ട് അത് തളിക്കാൻ വയ്യല്ലോ. എണ്ണക്കുപ്പി കുഴപ്പമില്ലല്ലോ. അല്ല, അതിന് ഈ ശുദ്ധിയോട് കൂടിയിട്ടാണല്ലോ ഭക്തജനങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നത്. മറ്റതില്
ഈ പൂവിലൊക്കെ എന്താ വെച്ചാൽ ജലാംശം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് തളിക്കുന്നത്. ഒരു ചെറിയ വെള്ളത്തിന്റെ അംശം ഒക്കെ അതിലുണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ് വെള്ളം തളിച്ചിട്ട് ശുദ്ധാക്കി എടുക്കുന്നത്. മറ്റതിൽ അല്ല മറ്റോടെ എടുത്താൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചാല് അത് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ പോലെ തന്നെയാണ്. പിന്നെ ചെറിയ ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ മറ്റേത് ഞാൻ പറയാ, അതിലൊരു നമ്മൾ പൂവെടുത്തു എന്നിട്ട് അതിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അത് കുറച്ച് വെള്ളം കണ്ടു, അത് നമുക്കൊരു അജ്ഞാനമാവും. എന്നാൽ ആ പൂവ് അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വെള്ളം തളിച്ചിട്ടാണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കണ്ടാൽ ഇത് ഞാൻ അങ്ങനെ ഒരു സമാധാനിക്കാം നമുക്ക്. രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന് മറ്റേ ദേഹശുദ്ധിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പോ പ്രധാന ആചാര്യൻ ഇപ്പൊ ദേഹശുദ്ധി ചെയ്തുകൊണ്ടിരിക്കുമ്പോ പരികർമ്മി അദ്ദേഹത്തെ തൊടരുത് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ശുദ്ധിയുടെ എന്തെങ്കിലും ആണോ? അത് പൊതുവെ തന്നെ പഴയ കാലങ്ങളിൽ പലതരത്തിൽ പറയാറുണ്ട്. അതായത് പിന്നെ കുളിച്ചു വന്നാൽ നമ്പൂതിരിമാര് പരസ്പരം തൊടാൻ തന്നെ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇല്ലത്തെ ചില കാരണവന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുളിച്ചു വന്നാൽ ഞാനും കുളിച്ചതല്ലേ നീയും കുളിച്ചതല്ലേ എന്നല്ല, കുളിച്ചു വന്നാൽ ആരും പരസ്പരം തൊടരുത്. കാരണം ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ജപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പരസ്പരം തൊടരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ കുറേ ആൾക്കാരെ ശ്രദ്ധിച്ചറിയാം, അവർ നിലം തൊട്ട് രണ്ടാമത് ഗായത്രി തുടങ്ങും. അങ്ങനെ ചെയ്യുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് നൃത്തം. അപ്പൊ അതെന്താ വെച്ചാൽ അത് ഒന്ന് ഇതായിപ്പോയി, അതുകൊണ്ട് രണ്ടാമത് തുടങ്ങും. അപ്പൊ അതേപോലെ തന്നെയാണ് ദേഹശുദ്ധി ചെയ്യുന്ന സമയത്തും. വേറെ എന്നുള്ളത് ഇപ്പൊ നമ്മള് രാവിലത്തെ നേരാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ ഇപ്പോ കൂട്ടി കെട്ടിച്ച് കഴിഞ്ഞിട്ട് നിവേദ്യം കൂട്ടി കെട്ടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നല്ലോ. ഉപദേവന്മാർക്ക് നേദിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ തൂവാനോ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ അപ്പോ കിണ്ടിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് കാലുമുഖ ആചമിച്ച് പുതിയ ശുദ്ധജലം എടുത്തിട്ടാണ് അകത്തേക്ക് വരുന്നത്. ഇതേപോലെ തന്നെ വൈകുന്നേരം പൂജയുള്ള അമ്പലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിലത്തിരുന്ന് ജപിക്കാനുള്ള പറഞ്ഞു കേട്ടേക്കുന്നത്. നിലത്തിരുന്ന് ജപിച്ച് പിന്നെ നേരെ അകത്തേക്ക് കയറാണ്. അപ്പൊ വെള്ളം മാറുന്നില്ല. ഈ ഉപദേവന്മാരുള്ള സ്ഥലത്ത് അവർക്ക് നേദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതേ കിണ്ടി തന്നെയാണല്ലോ ഉപയോഗിക്കുക. അപ്പൊ അതില് വലത്തുകിണ്ടി മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അപ്പൊ ഈ വലത്തുകിണ്ടി നമ്മൾ നിവേദിക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്ന് ജസ്റ്റ് കൈ കഴുകുമല്ലോ, കൈ കഴുകിയിട്ട് വേണം അടുത്ത പൂ കൊടുക്കുക. അപ്പൊ ഈ കിണ്ടി അശുദ്ധിയാവില്ലേ? അതെ, അശുദ്ധിയാവും. അപ്പോ ആ കിണ്ടി കൊണ്ട് തന്നെയല്ലല്ലോ അകത്തേക്ക് കയറേണ്ടത്, അത് മാറണ്ടേ? മാറേണ്ടതാണ് ശരിക്കും. പക്ഷെ അങ്ങനെ മാറണ കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്, മാറേണ്ടതാണ്. അത് നമുക്ക് എപ്പോഴ് ഈ ഒരു അറിവ് ഉണ്ടാകുന്നോ അന്ന് മുതൽക്ക് നമ്മൾ മാറി തുടങ്ങണം എന്നാണ്. കാരണം അറിയാണ്ട് ചെയ്യുന്നത് പോലെ അല്ല എന്നർത്ഥം, അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ. എനിക്കൊക്കെ ഇപ്പോ ഒരു കിണ്ടി എടുത്തിട്ട് നേദിക്കുക എന്ന് പറഞ്ഞാൽ ലേശം ഒരു മടി ഒക്കെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ലേശമൊക്കെ ഒരു മടി തോന്നാറുണ്ട്. 2 കിണ്ടി ഉണ്ടായാലാണ് സുഖം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നേദിക്ക് മാത്രമായിട്ട് വരുമ്പോൾ അത് അത്ര നോക്കാറില്ല. നേദിക്ക് മാത്രമായിട്ട് വരുന്ന ഉണ്ടല്ലോ. അപ്പോൾ പൂജയല്ലാതെ നേദിക്ക് മാത്രമായിട്ട് വരുന്ന അതാകുമ്പോൾ അത്ര വിഷയം ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അമ്പലത്തില് നമ്മള് നിവേദിക്കുന്ന അഗ്നിക്ക് തൂവാൻ പുറത്തേക്ക് പോകുമല്ലോ. നമ്മള് മെയിൻ വലത്തെ കിണ്ടി എടുത്തിട്ടാണല്ലോ പുറത്ത് പോവുക. പുറത്ത് പോയിട്ട് നമ്മള് അവിടെ തൂവിയിട്ട് അത് കിണ്ടി ക്ലീൻ ചെയ്തിട്ട് വെള്ളം മാറ്റിയിട്ട് കൊണ്ടുവരും. അപ്പൊ നമ്മൾ ഈ തീർത്ഥം പിന്നെ ഉള്ളിൽ ഇങ്ങനെ അത് വെക്കുക, ശംഖിലൊഴിച്ച് വെക്കണം ആദ്യം. ആ ശംഖിലൊഴിച്ച് വെക്കുകയാണ് ചെയ്യുക. അത് ക്രിയ പറയുമ്പോൾ അത് പറയാറുണ്ട്. ശംഖിൽ എടുത്തു വെക്കണം എന്ന് പറയാറുണ്ട്. ശരി.
പിന്നെ നമ്മള് പുറത്ത് വന്നിട്ട് കിണ്ടിയൊക്കെ കഴുകിയിട്ടല്ലേ തിരിച്ചു പോവാ, പുതിയ വെള്ളം ഒഴിക്കും. അത് സംശയം. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പുറത്ത് വേറൊരു കിണ്ടി വെച്ചിട്ട് അതിലേക്ക് ശംഖുതീർത്ഥം ഒഴിച്ച് ആ കിണ്ടി കൊണ്ട് നേദിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പൊ അശുദ്ധി വരില്ലല്ലോ? പിന്നെ കയറുമ്പോ മറ്റേ കിണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പൊ കാല് കഴുകണോ? വൈകുന്നേരത്തെ കാര്യമാണ് ചെയ്യണേ. വൈകുന്നേരം കാല് കഴുകണം നിർബന്ധമില്ല. കാരണം തൂവുന്നു എന്നുള്ളത് കൊണ്ടാണ് കാല് കഴുകി ആചമിക്കുന്നത്. ഇപ്പൊ ഈ ഉപദേവന്മാര് ചിലപ്പോ മറ്റേ ആ ചുറ്റമ്പലത്തിന് പുറത്തായിരിക്കുമല്ലോ. അങ്ങനെ ഒരു അശുദ്ധി ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് വരെ പോയി വന്നിട്ടുണ്ടെങ്കിൽ കുളിക്കണം എന്ന് മാത്രം. അല്ലെങ്കിൽ കുഴപ്പമില്ല. ആചമിക്കോ ഉപദേവതകൾക്ക് നേദിക്കാൻ പോകുമ്പോ വലത്തെ കിണ്ടിയിലെ പൂവും ചന്ദനവും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ പോവാ. അതെ അതെ. അപ്പൊ കൈ കഴുകേണ്ട വിഷയം വന്നാൽ ആ വലത്തെ കിണ്ടി തന്നെ കൈ കഴുകാമോ? അതാണ് ഞാനിപ്പോ നേരത്തെ ചോദിച്ചതിനൊക്കെ പറഞ്ഞത് അതാണ്. അത് ശരിക്കും ആലോചിച്ചാല് മതിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അതാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. ഒരു സംശയം കൂടെ. അറിയട്ടെ, നമ്മൾ ഈ സന്ധ്യാവന്തരം കഴിച്ചു കഴിയുമ്പോൾ തർപ്പിച്ച് കഴിഞ്ഞിട്ട് ജപഘട്ടമാണല്ലോ. അപ്പോ ഭസ്മം തൊടണമെങ്കിൽ ജപിച്ച് കഴിഞ്ഞിട്ട് തൊടുന്നതാണോ നല്ലത്, അതോ അതിനു മുമ്പ് തന്നെ? കാരണം നമ്മളിപ്പോ ജപം കഴിയുമ്പോൾ നമസ്കാരം അത് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഭസ്മമൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പോവല്ലോ. അപ്പോ ജപിച്ച് നമസ്കരിച്ചൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫൈനലായിട്ട് ഭസ്മം ചന്ദനം തൊടുന്നതാണോ നല്ലത്, അതോ ജപഘട്ടത്തിന് മുമ്പ് വേണം? ഏതാണ്? ഈ സാധാരണ സന്ധ്യാവന്തനവുമായി ബന്ധപ്പെട്ട് ഈ ഭസ്മം തൊടുന്നതിന് ചില സമയങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ എനിക്കൊക്കെ ആദ്യമേ പറഞ്ഞു തന്നത് എങ്ങനെയാന്ന് വിചാരിച്ചാല്, ഇപ്പൊ രാവിലെ ആണെങ്കിൽ പിന്നെ സന്ധ്യാവന്തനത്തില് ഗായത്രി ജപിച്ച് പ്രണവം ജപിച്ച് ആ മന്ത്രം ചൊല്ലി ഏകം ദ്വയം ത്രയം ധ്രുവാസി കഴിഞ്ഞാൽ അപ്പോൾ ഭസ്മം തൊടുക, എന്നിട്ട് അഷ്ടാക്ഷരം പഞ്ചാക്ഷരം തൊടുക എന്നാണ് എന്നെയൊക്കെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അല്ലാതെ ഭസ്മം തൊടാം. ഒന്നുകിൽ കുളിക്കുന്ന സമയത്ത് തന്നെ ഭസ്മം തൊടാം. അതായത് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോണകം മാറിയിട്ടോ അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്തിട്ട് കാല് കഴുകി ആചമിച്ച് ഉടനെ വേണമെങ്കിൽ ഭസ്മം തൊടാം. എന്നിട്ട് മതി ഈ തർപ്പണം ഊക്കഴിക്കുക ഒക്കെ നഷ്ടം. അങ്ങനെ വേണേൽ ചെയ്യാം. ഇനി അതല്ല, ആ സമയത്ത് ഉണ്ടായില്ല എന്ന് വിചാരിക്കാം. ആ സമയത്ത് ഉണ്ടായില്ല, അതായത് കാല് കഴുകി ആചമിച്ച് ഉടനെ ഊക്കഴിച്ച് കഴിഞ്ഞിട്ട് ആയിപ്പോയി, ഊക്കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ഭസ്മം തൊടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ 10 ഗായത്രിയെങ്കിലും ജപിച്ചിട്ടേ പാടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെയൊക്കെ പഠിപ്പിച്ചത് എങ്ങനെയാന്ന് വിചാരിച്ചാല്, ആ ഗായത്രി മുഴുവൻ കഴിഞ്ഞിട്ട് ഈ മുഴുവൻ ഏകം ദ്വയം ത്രയം കഴിഞ്ഞ് ധ്രുവാസി കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഭസ്മം കുറിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. എനിക്ക് പറഞ്ഞു തന്ന സമയം അതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ പിന്നെ കുളിക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തർപ്പണത്തിന്, അത് ഊക്കഴിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ നമ്മുടെ നമസ്കരിക്കുന്ന ഇത് അഷ്ടാക്ഷരം പഞ്ചാക്ഷരം ജപിച്ച് കഴിഞ്ഞിട്ടല്ലേ നമസ്കരിക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ടല്ലേ? അതായിരിക്കും. നമസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണമല്ലോ. അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും കൂടി ജപിച്ചാലാണ് ആ സന്ധ്യാവന്തനത്തിന്റെ ക്രിയ പൂർത്തിയാവുക. പിന്നെയാണ് നമസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചതാണ് ചേട്ടാ, അത് നോക്കണ്ട. കാരണം എന്താണെന്ന് വിചാരിച്ചാല് ഈ നമ്മളെ സംബന്ധിച്ച് ആ തൊടുക എന്നുള്ളതിന് തന്നെയാണ് പ്രാധാന്യം. അത് നിലനിൽക്കണം എന്നൊന്നും അത്ര നിഷ്കർഷിക്കാറില്ല. അത് അത്ര നിർബന്ധമായിട്ട് പറയുന്നില്ല. നമ്മൾ തൊടുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് പോകുന്നുണ്ടെങ്കിൽ അത് പോവാതെ നിലനിർത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനത്രയ്ക്കൊരു പ്രാധാന്യവും ഞാൻ കാണുന്നില്ല. പണ്ട് നമ്മള് ഈ കൈ കഴുകുക എന്നുള്ളതിന്
പകരം വലത്തെ ചെവി തൊടാന്നൊരു രീതി ഉണ്ടോ? എങ്ങനെ? വലത്തെ ചെവി തൊട്ടാലും മതി എന്നുണ്ടോ കൈ കഴുകുക എന്നുള്ളതിന്? അതൊക്കെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ ഓരോരോ രീതികളാണ്. അത് ഒക്കെ എത്ര കണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എത്ര പുസ്തകത്തിൽ കണ്ടതാണ്. അതെ, അത് മനസ്സിലായി. പുസ്തകത്തിലിപ്പോ നമുക്ക് എഴുതി ചേർക്കാലോ. അപ്പൊ ഇതൊക്കെ എത്ര കണ്ട് ഫലത്തിലേക്ക് എത്തും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ മാനസികമായിട്ട് വരുന്ന ചില ശുദ്ധി വിഷയങ്ങളെയൊക്കെയാണ് അതൊക്കെ ശരിയാവുള്ളൂ. അല്ലാത്തതിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. കേട്ടാ, പിന്നെ നമ്മള് ഈ ക്ഷേത്രത്തിനകത്ത് പൂജ ഇതിലായിരിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ മൂത്രമൊഴിക്കേണ്ട വിഷയങ്ങളൊക്കെ വരില്ല. അപ്പൊ എത്ര പ്രാവശ്യം ആചമിക്കേണ്ടി വരും? അപ്പൊ അതൊക്കെ ചെയ്താല് അതിൻ്റെതായ രീതിയിൽ തന്നെ വേണം. ആ 7 എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെ, 7 പ്രാവശ്യം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടുള്ളത്. അതെ അതെ, ആ മണ്ണ് കൂട്ടിയിട്ടുള്ള ശൗചം അതൊക്കെ ശരിക്കും ആ കണക്ക് പ്രകാരം തന്നെ ചെയ്യണം. 7 പ്രാവശ്യം ശൗചം അതൊക്കെ തന്നെ ചെയ്യണം തന്നെയാ പറയാ. എന്നിട്ട് കാല് കഴുകി ആചമിക്കുക വേണം. നമുക്കിപ്പോ അത്യാവശ്യ ഘട്ടത്തിൽ ഈറനോടെ ചെറിയ നേദ്യമൊക്കെ ചെയ്യുന്നതിൽ വലിയ തെറ്റുണ്ടോ? ഇപ്പൊ ചോദിച്ച് അതേ ഇതിൽ തന്നെ ഞാൻ പറയാം, ചെറിയ വലിയ തെറ്റില്ല എന്ന് തന്നെ മറുപടി പറയാം. അല്ല, അതാണ് കാരണം. ഇതൊക്കെ നടപ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തെറ്റില്ലാണ്ട് നടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അതിനെ കൊണ്ട് വലിയൊരു ദോഷമൊന്നും സംഭവിക്കാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു അതുപോലെ തന്നെ നമ്മളിപ്പോ ചെയ്യുന്നതിന് വിപരീതമായിട്ടൊക്കെ വന്നാലാണ് വിഷയാവുക. ഇപ്പൊ പിന്നെ അങ്ങനെയല്ലാതെ വളരെ കൃത്യമായിട്ട് തട്ടുടുത്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന ഒരമ്പലത്തിൽ ഈ പറഞ്ഞതുപോലെ ഈറിനൊടുത്ത് ചെയ്താൽ അത് തെറ്റാവും. അങ്ങനെയല്ലാതെ നിത്യം പിന്നെ ഇല്ലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ദേവാലയങ്ങൾ അവിടെയൊക്കെ ഈറിനോട് കൂടി തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ എത്ര കാലം ചെയ്താലും അതൊരു തെറ്റൊന്നും ആവില്ല. അതങ്ങനെ തന്നെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. അത് ദേവനും അതിനനുസരിച്ച് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള ദിക്കിൽ അതൊരു തെറ്റൊന്നുമല്ല. അങ്ങനെ അല്ലാത്ത ദിക്കിൽ അത് നടപ്പിലാക്കി വരുത്തുമ്പോൾ മാത്രമേ തെറ്റാവുള്ളൂ. അല്ലാണ്ടുള്ളത് തെറ്റൊന്നും വരില്ല. ശരി. ഈ നിവേദ്യം ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാക്കിയത് മാത്രമല്ലേ എടുക്കുള്ളൂ? അടുത്തുള്ള ഒരു ഇല്ലത്തുനിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അത് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ചില സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് വരും. ചില വിശേഷമായിട്ടുള്ള അവസരങ്ങളിൽ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് രീതി. ലഡു അതുപോലത്തേക്കാണെങ്കിൽ ഒരു വീട്ടില് ചിലപ്പോൾ ഉണ്ടാക്കിയല്ലേ കൊണ്ടുവരിക. അതെ, അത് തന്നെ. അത് അങ്ങനെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതൊക്കെ ആവാം. അങ്ങനെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് അത് അതിൻ്റെതായ പരിശുദ്ധിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തെറ്റൊന്നും വരില്ല. അല്ലാണ്ട് വരുന്നതിന് മാത്രമാണ് ഇപ്പം പിന്നെ മഹാക്ഷേത്രങ്ങളൊക്കെ ആകുമ്പോൾ അത് അംഗീകരിച്ചോളണമെന്നില്ല. മഹാക്ഷേത്രങ്ങളിലും ചില സ്ഥലത്ത് ചില പ്രത്യേക കാലത്ത്, അതായത് ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിയിട്ട് നേദിക്കുന്നത് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് സ്ഥലം ചിലപ്പോൾ മാറും. ദേവൻ തന്നെയാണ് നേദിക്കുന്നതെങ്കിലും ശ്രീകോലത്ത് കൊണ്ടുപോയിട്ട് നേദിക്കുന്ന പതിവില്ലാത്ത സ്ഥലങ്ങളുണ്ട്. മണ്ഡപത്തിൽ വെച്ച് നേദിക്കുന്ന പതിവ്. അതും ചില ദിക്കിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൊടില്ല. ബാക്കിയുള്ള പ്രാണാഹുതി അതൊക്കെ ചെയ്യും, തൊടാണ്ടുള്ളതൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന സമ്പ്രദായമുണ്ട്, നേദിക്കും. ഈ നിവേദ്യത്തിനൊക്കെ എത്രയോ പിന്നെ വഴികളുണ്ട്. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു അമ്പലത്തിൽ ഒരു ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തെക്ക് എവിടെയോ ആണ്. അവിടെ ഈ കള്ള് നേദിക്കാറുണ്ട്. കള്ള് നേദിക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിഭാഗക്കാര്, ആ ഉത്തരവാദിത്തപ്പെട്ടവര് കള്ള് കൊണ്ടുവന്നിട്ട് അത് അവിടുത്തെ പൂജ നടക്കുന്ന ഒരു സമയം, ഏതോ ഒരു പൂജ നടക്കുന്ന ആ സമയത്ത്, ആ കൃത്യം ഒരു സമയമുണ്ട്, ആ സമയത്ത് അവര് പുറത്ത് ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കും.
നേദിക്കുകയോ ഒന്നുമില്ല. പക്ഷെ പൂജ കഴിഞ്ഞിട്ട് അതെടുക്കും. എടുത്തു കഴിഞ്ഞാൽ വെറും വെള്ളം ആയിട്ടുണ്ടാവുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വെറും വെള്ളം പോലെ ആയിട്ടുണ്ടാവുന്നു. ആ കള്ളിൻ്റെതായിട്ടുള്ള ഒരു ഗുണവും ഇല്ലാതെ ഈ പൂജ കഴിഞ്ഞാൽ അത് വെറും വെള്ളമായിട്ടുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് ആർക്കെങ്കിലും, ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ഇതൊക്കെ എവിടെയോ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ഓർമ്മയില്ല. അതായത് അതാ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നിവേദ്യത്തിൻ്റെ പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഭാവത്തിനനുസരിച്ച് തന്നെ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കണം, കഴിയണം. ആയിക്കോട്ടെ. ശ്രീരാമേട്ടനുണ്ടോ? ചേട്ടാ ഒരു സംശയം കൂടി. പറയും. ദേവശുദ്ധി കഴിഞ്ഞ് നട തുറക്കുമ്പോൾ തലേ ദിവസത്തെ നിർമാല്യം എങ്ങനെ, ഏത് ശുദ്ധത്തിലാണ് നമ്മൾ പെടുത്തേണ്ടത്? നമ്മൾ ദേവശുദ്ധി കഴിഞ്ഞ് നട തുറന്നു, ഭഗവാന്റെ അതേ ഇതായി മാറിയല്ലോ. അതിനുശേഷമാണ് നമ്മൾ ഹരിയേട്ടൻ പറഞ്ഞായിരുന്നു, മാല ചാർത്തിയാൽ നിർമാല്യമല്ല, മാല അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നിർമാല്യമായി മാറുന്നു ഭഗവാന്റെ. ചെയ്യേണ്ടത് ആ നിർമാല്യത്തിനെ നമ്മൾ നിർമാല്യമായിട്ട് ആ മാലയെ നിർമാല്യമായിട്ട് കണക്കാക്കി കൈ കഴുകുകയാണോ വേണ്ടത്? നിർമാല്യം നമുക്ക് വാരാം, കൈ കഴുകാം, അതൊക്കെ ചെയ്യാം. നിർമാല്യമായിട്ട് കൈ കഴുകിയാൽ മാത്രം മതി. ഒരു എല്ലാം സ്ഥിരമായിട്ടുള്ള ഒരു ഡൗട്ടാ അത്. അത് കുഴപ്പമില്ല. അതേപോലെ ഈ നിറ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രഹണം കഴിഞ്ഞാൽ നിറ മാറ്റണോ? അതെല്ലായിടത്തും അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. ഗ്രഹണം കഴിഞ്ഞാൽ എല്ലാം മാറ്റണ്ടേ ശരിക്കും? അത് വേണം മാറ്റണം. ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഇനിയും കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സന്ദർഭത്തിൽ ചോദിക്കാം. അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.